പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്ക്വയർ ആൻഡ് ക്യൂബ് റൂട്ട്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. പിന്നെ കുറേ അതിനകത്തുള്ള സിമ്പിൾ ട്രിക്സ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തു അല്ലേ. ഇനി നമ്മൾ റെയിൽവേ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്വയർ ഓഫ് 34 ഈസ് 34ൻ്റെ സ്ക്വയർ എന്ത്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിച്ച എളുപ്പ വഴിയുണ്ടല്ലോ, എളുപ്പ വഴി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. സ്ക്വയർ ഓഫ് 34 നമ്മൾ എന്താ പഠിച്ചത്? 34ൻ്റെ സ്ക്വയർ കാണണം അല്ലേ. എന്ത് ചെയ്യണം? ആദ്യം 4ൻ്റെ സ്ക്വയർ കാണണം. 4ൻ്റെ സ്ക്വയർ 16. 3യുടെ സ്ക്വയർ കാണണം 9. പക്ഷേ നമ്മളിവിടെ സ്ക്വയർ കാണുന്നുണ്ട്, ഒരു 2 ഡിജിറ്റ് നമ്പറിലാണ് 9 എഴുതുന്നത്. അപ്പം 09 എന്ന് എഴുതി. ദെൻ അതിനുശേഷം എന്ത് ചെയ്യും? 3 × 4 ഇതിനകത്തുള്ള ഡിജിറ്റ്സ് തമ്മിൽ ഗുണിക്കും അല്ലേ. 3 × 4 × 2 അല്ലേ. 3 × 4 12, 12 × 2 24. അപ്പോൾ ആൻസർ 24. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. ഈ 24 എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഒറ്റയുടെ സ്ഥാനത്ത് നിന്നുള്ള ആദ്യത്തെ പ്ലേസ് വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതേപോലെ 24 എഴുതുന്നത്. കണ്ടോ, 6ൻ്റെ താഴെ നമ്മൾ ഒന്നും എഴുതാറില്ല. ആ പ്ലേസ് വിട്ടിട്ട് തൊട്ടടുത്തുള്ള നമ്പേഴ്സിൻ്റെ താഴെയായിട്ടാണ് 24 എഴുതിയേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് തമ്മിൽ കൂട്ടുക. 6, 4, 1, 5, 9, 2, 11. ആൻസർ 1156. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണാനുള്ള എളുപ്പ വഴി നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചതാണ്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത്. എളുപ്പം എങ്ങനെ സ്ക്വയർ കാണാം, വേഗം എങ്ങനെ സ്ക്വയർ റൂട്ട് കാണാം, ക്യൂബ് കാണാം, ക്യൂബ് റൂട്ട് കാണാം, പെട്ടെന്ന് എങ്ങനെ സിമ്പിളായിട്ടുള്ള വഴിയിലൂടെ എങ്ങനെ കാണാം എന്നുള്ളതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നത്. ദയവ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1499ൻ്റെ സ്ക്വയർ. 1499ൻ്റെ സ്ക്വയർ കാണുക. 1499ൻ്റെ സ്ക്വയർ വേണ്ടി നമ്മൾ പുതിയൊരു ടെക്നിക്ക് പഠിക്കാൻ പോകുന്നു. ദേ നോക്കിക്കോ, പുതിയൊരു ടെക്നിക്ക്. കാരണം നമ്മൾ സിമ്പിൾ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് വരുമ്പോൾ, സിമ്പിൾ മെത്തേഡ് ഇതേപോലെ വലിയൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ സിമ്പിൾ മെത്തേഡ് ഉപയോഗിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന നമ്പേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വേഗം ഉത്തരം കണ്ടുപിടിക്കാനുള്ള അടുത്ത ട്രിക്ക് നമ്മൾ പറ്റുന്നു. നോക്കാം. ഓക്കെ, 1499നെ വേഗം നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കുന്ന ഒരു ടേമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? നോക്കിയേ, ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതുന്നു. 1500 - 1 അല്ലേ. 1500 - 1 ആണല്ലോ 1499. എന്തുകൊണ്ടാണ് നമ്മൾ 1500 - 1 എടുത്തത്? നമുക്കറിയാം, അവസാനം 0 വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അല്ലേ. അതുകൊണ്ടാണ് 1500 - 1 എന്നെടുത്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വലിയ നമ്പേഴ്സ് തരുമ്പോൾ അവസാനം 0 വരുന്ന നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. 0 വരുന്ന നമ്പേഴ്സിൽ നിന്നും മൈനസ് ചെയ്യുന്നതായിട്ടോ പ്ലസ് ചെയ്യുന്നതായിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആൻസർ എഴുതാം. ഇപ്പോൾ ഉദാഹരണം ഇവിടെ ഒരു 1510 എന്നാണ് തന്നിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1500 + 10 എന്ന് എഴുതാം. എന്നിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഇങ്ങനെ 0 വരുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? ഇങ്ങനെ 0 വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ 0 ഉള്ള നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 1499 ഞാൻ സെലക്ട് ചെയ്തു. 1499 ഞാൻ എഴുതി. 1500 - 1. ഇനി ഇതിൻ്റെ സ്ക്വയർ കാണണം അല്ലേ. ഇതല്ലേ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റി എഴുതിയാൽ ഇങ്ങനല്ലേ വരുന്നത്. ഇതേ നോക്കിയേ, ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? a - b ദ ഹോൾ സ്ക്വയർ അല്ലേ. a - b ദ ഹോൾ സ്ക്വയർ. ഡയറക്റ്റ് 1500 - 1 എന്ന് വെച്ചാൽ 1599 തന്നെയല്ലേ വരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. a - b ദ ഹോൾ സ്ക്വയർ = a² - 2ab + b² എന്ന ടേമിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ 1499 എന്ന് പറയുന്നൊരു വലിയ സംഖ്യയുടെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് കുറച്ച് ടൈം പോകുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വേറൊരു ടെക്നിക്ക് നമ്മൾ പറ്റുന്നു. ദേ നോക്കിയേ, 1500 - 1 എന്നുള്ളത് 1499 നമ്മൾ എങ്ങനെ എഴുതുന്നു? 1500 - 1. എന്തുകൊണ്ട് 1500 സെലക്ട് ചെയ്ത്? 0 അവസാനം വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമായതുകൊണ്ട് നമ്മൾ 1500 - 1 എന്ന് എടുക്കുന്നു.
ഇനി 1500 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഏത് ഫോമിലാണ് കിടക്കുന്നത്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിലാണ് കിടക്കുന്നത് അല്ലേ? അതിൻ്റെ എക്സ്പാൻഷൻ എന്താ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ കിടക്കുന്ന 1500 മൈനസ് 1നെ ഏത് ഫോമിലേക്ക് എഴുതാം? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമിൽ എഴുതാം. എങ്ങനെ എഴുതുന്നത്? ഇവിടുത്തെ എ എന്ന് പറയുന്നത് 1500ഉം ബി എന്ന് പറയുന്ന 1ഉമാണ് അല്ലേ? ഒന്ന് എഴുതി നോക്കിയേ. എ സ്ക്വയർ എന്ന് വെച്ചാൽ 1500ൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി, 2 ഇൻറ്റു എ, 2 ഇൻറ്റു 1500 നമുക്ക് കിട്ടും 3000 അല്ലേ? ഇൻറ്റു 1 3000 തന്നെയാണ്. ദെൻ ഇൻറ്റു 1 3000 എഴുതി. ദെൻ അവസാനം പ്ലസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടെ 1ൻ്റെ സ്ക്വയർ പ്ലസ് 1. ഓക്കെ. ഇനി 1500ൻ്റെ സ്ക്വയർ നമുക്കറിയാം. 15ൻ്റെ സ്ക്വയർ നമുക്കറിയാം 225 അല്ലേ? 1500ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ 15ൻ്റെ സ്ക്വയർ എഴുതും. 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225 15ൻ്റെ സ്ക്വയർ. ഇനി ഇവിടെ 2 0 ഉണ്ട്. ഈ 2 0 സ്ക്വയർ കാണുമ്പം അത് ഇരട്ടിക്കും, 4 0 ആകും അല്ലേ? അവസാനം 0 വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാനുള്ള എളുപ്പവഴി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് ഉപയോഗിച്ച് 15ൻ്റെ സ്ക്വയർ കാണുന്നു. 225, 2 0 സ്ക്വയർ വരുമ്പോൾ അത് 4 ആകും. അതിനുശേഷം ദേ മൈനസ് 3000 പ്ലസ് 1 ചെയ്ത് നോക്കിയേ. ഇത് നോക്കിയേ, ഈ നമ്പരും 1ഉമായിട്ട് കൂട്ടാം അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 225001. ഇത് ആൻസർ കിട്ടും. അതിൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം? 3000 മൈനസ് ചെയ്യണം. 3000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 22,47,001 എന്ന ആൻസർ കിട്ടും. ഇതാണ് 1499ൻ്റെ സ്ക്വയർ. 22,47,001. മനസ്സിലായോ? എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്? വലിയ നമ്പറാണ് തരുന്നതെങ്കിൽ നമ്മളിതിൻ്റെ സിമ്പിൾ ട്രിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ 3 സ്റ്റെപ്പ് രീതി ചെയ്യേണ്ടി വരും. അതിനേക്കാൾ എളുപ്പമായിട്ട് വേറൊരു ടെക്നിക്കാണ് നമ്മൾ ചെയ്തത്. എന്താ അത്? 1499നെ അവസാനം 0 വരുന്ന ഒരു നമ്പേഴ്സിൻ്റെ സ്ക്വയറിൽ നിന്നും കൂട്ടുന്നതായിട്ടോ കുറയ്ക്കുന്നതായിട്ടോ എഴുതുക. അപ്പോൾ നമുക്ക് 1500ൽ നിന്നും 1 കുറയ്ക്കുന്നതാണ് 1499. 1500 എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? അവസാനം 0 വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാൻ എളുപ്പമായതുകൊണ്ട് നമ്മൾ അവസാനം 0 വരുന്ന നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നു. ദെൻ 1500 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിലാണ്. അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ആ എക്സ്പാൻഷൻ രീതിയിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ആ നമ്പേഴ്സ് ഇട്ട് കൊടുത്തു, നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The largest numbers of 5 digits when it is a perfect square. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഏറ്റവും വലിയ 5 ഡിജിറ്റ് നമ്പർ, പെർഫെക്റ്റ് സ്ക്വയർ ആയ ഏറ്റവും വലിയ 5 ഡിജിറ്റ് നമ്പർ ഏത്? പെർഫെക്റ്റ് സ്ക്വയർ ആയ ഏറ്റവും വലിയ 5 ഡിജിറ്റ് നമ്പർ ഏത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? ഏറ്റവും പെർഫെക്റ്റ് സ്ക്വയർ ആയ ഏറ്റവും വലിയ 5 അക്ക നമ്പർ ഏത്? 5 ഡിജിറ്റ് നമ്പർ ഏത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ 5 ഡിജിറ്റ് നമ്പർ എഴുതാം. ദേ നോക്കിക്കോ, ഇതാണ് നമുക്കറിയാവുന്ന ഏറ്റവും വലിയ 5 ഡിജിറ്റ് നമ്പർ. എത്രയാ? 99,999. ഇതാണ് ഏറ്റവും വലിയ 5 ഡിജിറ്റ് നമ്പർ നമുക്കറിയാവുന്നത് അല്ലേ? ഇനി ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഈ നമ്പർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേ നോക്കിയേ, എല്ലാവരെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ആൻസർ 3 എന്ന് കിട്ടി. വീണ്ടും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻസർ 1 1 1 1. ഇതിന് താഴേക്ക് ഇനി എന്തുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും? ഈ നമ്പറിനെ അല്ലെങ്കിൽ 11,111 എന്ന് പറയുന്ന ഈ നമ്പറിന് ഇനി ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? കണ്ടോ, ഇവിടെ വരുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നു. ഇങ്ങനെ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ഉപയോഗിക്കുമ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കണക്കായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉപയോഗിക്കാൻ വേറൊരു മെത്തേഡ് പഠിക്കാം. നമുക്കറിയാം സ്ക്വയർ റൂട്ട് കാണാൻ 2 മെത്തേഡുണ്ട്. സ്ക്വയർ റൂട്ട് കാണുന്ന 2 മെത്തേഡുണ്ട്. ഒന്ന് ഫാക്ടറൈസേഷൻ മെത്തേഡും 2 ഡിവിഷൻ മെത്തേഡും.
മനസ്സിലായോ? ഒന്ന് ഫാക്ടറൈസേഷൻ മെത്തേഡ്, അത് ഏത് രീതിയിലാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഫാക്ടറൈസേഷൻ ചെയ്യാൻ നമുക്കറിയാം, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. രണ്ടാമതാണ് ഡിവിഷൻ മെത്തേഡ്. ആ ഡിവിഷൻ മെത്തേഡിനെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. അത് ഉപയോഗിച്ച് ഈ കണക്ക് വേണം ചെയ്യാൻ. ഓക്കെ, എന്താണ് ഡിവിഷൻ മെത്തേഡ് എന്ന് നോക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാണ്. റൂട്ട് ഓഫ് 19,321 19,321 ഈ നമ്പറിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. ഈ നമ്പറിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡിവിഷൻ മെത്തേഡ്. എങ്ങനെ ഡിവിഷൻ മെത്തേഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം ആ നമ്പറിനെ എടുത്തെഴുതുന്നു, എന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പോലെ ഇടുന്നു. ഇനി അതിനുശേഷം ഞാൻ ഇതിനകത്തിലെ വൺസിൻ്റെ സ്ഥാനത്ത് നിന്നുള്ള നമ്പേഴ്സിനെ ഓരോ പെയറാക്കി എഴുതുന്നു. വൺസിൻ്റെ സ്ഥാനത്തുള്ള നമ്പേഴ്സിനെ 2 ഡിജിറ്റിനെ വീതം ഞാൻ ഓരോ പെയറാക്കുന്നു. വൺസിൻ്റെ സ്ഥാനത്തുള്ള ഇതിലെ വൺസിൻ്റെ സ്ഥാനം ഇവിടുന്ന് തുടങ്ങുന്നതാണ് വൺസിൻ്റെ സ്ഥാനം. അപ്പോൾ ഈ തുടങ്ങുന്ന സ്ഥാനത്തു നിന്നുള്ള നമ്പേഴ്സിനെ ഞാൻ പെയറാക്കി എഴുതുന്നു. 2ഉം 1ഉം കൂടെ ഒരു പെയറായി, 3യും 9ഉം കൂടെ ഒരു പെയറായി. 1ന് ഒരു പെയറില്ല അല്ലേ, 9, അതുകൊണ്ട് 1നെ നമ്മൾ ഒറ്റയ്ക്കിടുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സ് എടുത്ത് എഴുതുന്നു. ആ നമ്പേഴ്സിനെ ആ വൺസിൻ്റെ സ്ഥാനത്ത് നിന്നുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സിനെ ഒരു പെയറാക്കി നമ്മൾ തരംതിരിക്കുന്നു. ഒരു പെയറാക്കി നമ്മളിങ്ങനെ തരംതിരിച്ചു. ഇനി അതിനുശേഷം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുക. നോക്കിയേ, അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന ഓരോ ഗ്രൂപ്പിന് വീതമാണ്. ഇതിനെ നമ്മൾ ഈ പെയേഴ്സിനെ നമ്മൾ പീരീഡ് എന്നാണ് വിളിക്കുന്നത്. 21 എന്ന് പറയുന്ന ഒരു പീരീഡ്, 93 എന്ന് പറയുന്ന ഒരു പീരീഡ്, 1 എന്ന് പറയുന്ന ഒരു പീരീഡ്. അപ്പോൾ ആദ്യത്തെ പീരീഡായ 1നെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്നു. നോക്കിയേ, ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് 1? നമുക്കറിയാം 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ ആണ് 1. അപ്പോൾ നമുക്ക് 1 ഇവിടെ 1 ഡിവൈഡ് ചെയ്യാം 1. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആദ്യ നമ്പറായ 1നെ ഏത് നമ്പറിൻ്റെ സ്ക്വയറായിട്ട് വേണം നമുക്ക് എഴുതാൻ കഴിയുക? അല്ലെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ അല്ലേ? 1നെ ഏത് നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു? 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ആൻസർ 1 കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ഇത് തമ്മിൽ കുറച്ച് നോക്കണം. 1ൽ നിന്ന് 1 പോയാൽ 0 കിട്ടും. അടുത്ത നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നേരത്തെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ബാലൻസ് 0 ചെയ്തിട്ട് അടുത്ത നമ്പറിനെ താഴോട്ട് ഇറക്കിയിടും അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ ഇറക്കുന്നത് ഈ ഓരോ പീരീഡിന് വീതമാണ് ഇറക്കുന്നത്. 93 എന്ന് പറയുന്ന ഒരു പീരീഡ്, 21 എന്ന് പറയുന്ന ഒരു പീരീഡ്. അപ്പം പീരീഡ് വൈസ് ആണ് നമ്മൾ താഴേക്ക് ഇറക്കുന്നത്. 93യെ നമ്മൾ ഒന്നിച്ച് താഴേക്ക് ഇറക്കുന്നു. ഓക്കെ ആണോ? ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ വരേണ്ട നമ്പർ ഏതാണെന്ന് നോക്കിയേ. ഇവിടെ ഒരു 1 കിടപ്പുണ്ടല്ലോ. നമ്മുടെ ആൻസറിനകത്ത് ഈ ഒരു 1 വന്നല്ലോ. ഈ 1നെ ഇൻറ്റു 2 ചെയ്യുക. 1 ഇൻറ്റു 2, നമ്മൾ ആൻസർ എഴുതി 2. ഓക്കെ, 1 ഇൻറ്റു 2 എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ആൻസറിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ആദ്യത്തെ ലെറ്റർ ഇവിടെ എഴുതുക, 2. ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയേ. ഇനി നമ്മൾ ഇവിടെ അടുത്ത 2നോട് ചേർന്ന് നമുക്കൊരു നമ്പർ എടുക്കണം. ആ നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ 93യോ 93യേക്കാൾ ചെറിയ നമ്പരോ കിട്ടണം. എന്ന് വെച്ചാൽ 93യോട് അടുത്ത നമ്പർ കിട്ടണം. എന്ന് വെച്ചാൽ ഇവിടെ 1 എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണ്, നമ്മളിവിടെ 1 എടുക്കുകയാണെങ്കിൽ അതേ 1 തന്നെ വേണം ഇവിടെ എടുക്കാൻ. എന്നിട്ട് 21 ഇൻറ്റു 1 ചെയ്ത് നോക്കണം. അപ്പോൾ ആൻസർ 21 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് 21 കഴിഞ്ഞ് വീണ്ടും നമ്പേഴ്സ് അങ്ങോട്ടുണ്ടല്ലേ. ഇനി നമുക്കവിടെ 2 എന്നുള്ള നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ, ഇനി ഇവിടെ നമ്മൾ 2 ആണ് എടുക്കുന്നതെങ്കിൽ അതേ 2 തന്നെ മേളിലും കൊടുക്കണം. എന്നിട്ട് 22 ഇൻറ്റു 2 എന്ന് ചെയ്യണം. ദെൻ നമുക്ക് കിട്ടും 44 എന്ന് കിട്ടും അല്ലേ? അങ്ങനെ ഈ 93യോട് ഏറ്റവും അടുത്ത നമ്പരോ നമ്മൾ കണ്ടുപിടിക്കണം. എന്തായിരിക്കും പ്രത്യേകത? ഇവിടെ നമ്മൾ ഈ 2നോട് ചേർന്ന് ഏത് നമ്പറാണോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും മേളിലും ഗുണിക്കേണ്ടത്. മേളിലും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് വേണം അത് പരസ്പരം ഗുണിക്കാൻ. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആദ്യത്തെ നമ്പേഴ്സിൻ്റെ നമ്മൾ എഴുതി 1ൻ്റെ സ്ക്വയർ 1, എന്നിട്ട് 1 എഴുതി, റിമൈൻഡർ 0 കിട്ടി. ദെൻ അടുത്തൊരു പീരീഡിനെ നമ്മൾ താഴേക്ക് ഇറക്കി, 93 താഴേക്ക് ഇറക്കി വന്നു. ദെൻ എന്നിട്ട് എന്ത് ചെയ്തു? അത് 93 എന്തുകൊണ്ടാണ് നമുക്ക് ഗുണിക്കേണ്ടത്? നമുക്ക് ആദ്യം കിട്ടിയ ആൻസർ ഉണ്ടല്ലോ, അതിനെ 2 കൊണ്ട് ഗുണിക്കണം. 2 കൊണ്ട് ഗുണിച്ച നമ്പർ ഇവിടെ എഴുതി. ഇനി ഈ 2ൻ്റെ കൂടെ ഒരു നമ്പരും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് ഗുണിക്കാൻ. ആ ചേർക്കുന്ന നമ്പർ എന്തായിരിക്കും? ആ ചേർക്കുന്ന നമ്പറിൻ്റെ പ്രത്യേകത, ഇവിടെ ഏത് നമ്പറാണോ ഇട്ട് കൊടുക്കുന്നത് ആ നമ്പർ തന്നെ മുകളിലും ഇട്ട് കൊടുക്കണം. ആ നമ്പേഴ്സ് തമ്മിലാണ് ഗുണിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി
ഇത് ഞാനൊരു 25 ഇൻറ്റു 5 ചെയ്ത് നോക്കിയേ. 25 ഇൻറ്റു 5 125. വലിയ നമ്പറായിപ്പോയി അല്ലേ, 93യേക്കാൾ വലുതായിപ്പോയി. ദെൻ 25 ഇൻറ്റു 4 ചെയ്ത് നോക്കിയേ. 95 ഇൻറ്റു 4 അതും 93യേക്കാൾ വലുതാണ്. ദെൻ 23 ഇൻറ്റു 3 ചെയ്ത് നോക്കിയേ. 69 അല്ലേ. 23 ഇൻറ്റു 3 ചെയ്താൽ 69. 24 ഇൻറ്റു 4 ചെയ്ത് 24 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 4 ഇൻറ്റു 4 16 6 1 96 എന്നാണ് കിട്ടുന്നത് അല്ലേ. 93യേക്കാൾ വലുതാണ് 96. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. തൊട്ടടുത്ത നമ്പർ 23 ഇൻറ്റു 3 ചെയ്ത് നോക്കുക. 23 ഇൻറ്റു 3 കണ്ടോ, നമ്മളെടുക്കുന്ന നമ്പേഴ്സ് ഉണ്ടോ. 25 ഇൻറ്റു 5, 24 ഇൻറ്റു 4, 23 ഇൻറ്റു 3. 23 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്കിവിടെ 69 കിട്ടി അല്ലേ. നമുക്കിവിടെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നമ്പർ ഏതായിരിക്കും? അന്നേരം 3. അപ്പോൾ ആ 3യെ തന്നെ മേളിൽ ഇട്ട് കൊടുത്തു. 3. നമുക്ക് ആൻസർ എത്ര കിട്ടി? 69. ഇനി ഇതിൻ്റെ റിമൈൻഡർ നോക്കുക. 69ൻ്റെ റിമൈൻഡർ നമുക്ക് നോക്കുമ്പോൾ കിട്ടും റിമൈൻഡർ 24 എന്ന് കിട്ടി. റിമൈൻഡർ എത്ര കിട്ടി? 24. ഇനി അടുത്ത പീരീഡായ 21നെ താഴേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 24ൻ്റെ കൂടെ 21ഉം കൂടെ കയറി വരുന്നു. അപ്പോൾ നമുക്ക് ആ 2421 കിട്ടി. ഇനി ഇവിടെ ഗുണിക്കാനുള്ള, ഇവിടെ ഡിവൈഡ് ചെയ്യാനുള്ള നമ്പേഴ്സ് ഏതാ? ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന ഏത് നമ്പർ കൊണ്ടായിരിക്കും? ഇത് ഇവിടെ നോക്കിയാൽ ആദ്യമേ നമ്മൾ ഒരു നമ്പർ 1 വന്നപ്പോൾ 1 ഇൻറ്റു 2 എഴുതു. ആ നമ്പറാണ് ആദ്യമായിട്ട് എഴുതിയത്. ഇനി ഇവിടെ ഇപ്പം ചേർന്ന് 13 എന്നല്ലേ ചേർന്ന് വന്നത്? 13 എന്നാണ് വന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ അടുത്ത നമ്പർ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? 13 ഇൻറ്റു 2 ചെയ്യണം. എത്ര ചെയ്യണം? 13 ഇൻറ്റു 2. അത് വേണം ഇവിടെ എഴുതാൻ. 13 ഇൻറ്റു 2. 13 ഇൻറ്റു 2 നമുക്കറിയാം 26. 26 എഴുതി. 13 ഇൻറ്റു 2 26. മനസ്സിലായോ? ആദ്യം നമ്മൾ 1 ഇൻറ്റു 2 എഴുതി 2. ദെൻ അടുത്ത നമ്പർ ആയപ്പം 13 എന്നായി അല്ലേ. ആ 13 ഇൻറ്റു 2 വേണം ഇവിടെ ചെയ്യാൻ. 13 ഇൻറ്റു 2 ചെയ്തപ്പോൾ 26 കിട്ടി. ഇനി നമുക്ക് നോക്കണം. ഇവിടെ നമുക്കൊരു നമ്പർ ഇട്ട് കൊടുക്കണം. നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ ഇട്ട് കൊടുക്കുന്ന ഏത് നമ്പറാണോ ആ നമ്പർ വേണം മേളിൽ ഇട്ട് കൊടുക്കാൻ. ഇത് തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 2421 അതിന് തൊട്ട് താഴെ നിൽക്കുന്ന നമ്പർ വേണം അല്ലേ. നമുക്ക് നോക്കാം. 260 അല്ലേ. ഇനി നമുക്ക് നോക്കിയേ, ഇത് ലാസ്റ്റ് പീരീഡ് അല്ലേ. അവസാനം 1ൽ അവസാനിക്കണമെങ്കിൽ ഇവിടെ ഏതൊക്കെ നമ്പർ ഇട്ട് കൊടുത്താൽ അവസാനം 1ൽ അവസാനിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. 261 ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ അവസാനം 261 1ൽ അവസാനിക്കും. അല്ലെങ്കിൽ 269 ഇട്ട് കൊടുക്കണം. 9 ഇൻറ്റു 9 81. നമ്മൾ സ്ക്വയർസിൻ്റെ പ്രത്യേകതയ്ക്കകത്ത് പഠിച്ചതാണ് അല്ലേ. അപ്പം 269 ഇൻറ്റു 9 ഒന്ന് ചെയ്ത് നോക്കിയേ. 9 × 9 81 8. ഈ അവസാനത്തെ നമ്പർ 1 വരണമെങ്കിൽ ഒന്നെങ്കിൽ 9 ഇൻറ്റു 9 ചെയ്താലേ 1 വരത്തുള്ളൂ, അല്ലെങ്കിൽ 1 ഇൻറ്റു 1 ചെയ്യണം. ഓക്കെ. അപ്പോൾ 9 ഇൻറ്റു 9 81 1 ശിഷ്ടം 8. 6 ഇൻറ്റു 9 54. 54ഉം 8ഉം 62. 2 ബാലൻസ് 6. ഈ 9 18. 18ഉം 6ഉം 24. ഇത് നോക്കിയേ. 2421 കിട്ടിയില്ലേ. 2421. റിമൈൻഡർ എത്ര കിട്ടി? 0 കിട്ടി. ഇവിടെ ഏത് നമ്പറാണ് നമ്മൾ എടുത്തത്? 9. ആ 9 തന്നെ നമ്മൾ മേളിൽ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് പറയാം 19321ൻ്റെ സ്ക്വയർ റൂട്ടാണ് 139. 139. മനസ്സിലായോ? അവിടെ ഡിവിഷൻ മെത്തേഡ് വഴി എങ്ങനെ എടുക്കുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ. ഒന്നും കൂടെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. നോക്കിയേ. റൂട്ട് ഓഫ്
12,544 ഡിവിഷൻ മെത്തേഡ് വെച്ചൊന്ന് ചെയ്ത് നോക്കിയേ. 12,544 നമ്മൾ എഴുതി. ദെൻ എന്ത് ചെയ്തു? ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് ഓരോ പെയറാക്കി ഓരോ പീരീഡാക്കി എടുക്കുന്നു. 44 ഒരു പീരീഡായി, 25 ഒരു പീരീഡായി, 1 ഒറ്റയ്ക്ക് ഒരു പീരീഡായി അല്ലേ. അപ്പോൾ ആദ്യമത്തെ പീരീഡായ 1നെ എടുക്കുന്നു. 1നെ ചെയ്യുമ്പോൾ 1 കൊണ്ട് അല്ലേ, 1 × 1 അല്ലേ, 1 × 1 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞു. ദെൻ ഇതിൻ്റെ റിമൈൻഡർ 0 ആണ്. അടുത്ത പീരീഡിനെ നമ്മൾ താഴേക്ക് ഇറക്കുന്നു, 25. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, 1 × 2 ചെയ്യുമ്പോൾ 2 കിട്ടി. ദെൻ ഇവിടെ ഏത് നമ്പർ ഇട്ട് കൊടുത്താലാണ് 25 കിട്ടുന്നത്, അല്ലെങ്കിൽ 25നേക്കാൾ ചെറുത് കിട്ടുന്നത്? ഏത് നമ്പർ ആയിരിക്കും? ഇത് നോക്കിയേ, 21 × 1 ഒന്ന് ചെയ്ത് നോക്കിയേ. 21 × 1 21 കിട്ടി അല്ലേ. ഇനി 22 × 2 ഒന്ന് ചെയ്ത് നോക്കിയേ. 22 × 2 44 എന്ന് കിട്ടും അല്ലേ. നോക്കി, അപ്പം 21 × 1 ചെയ്താൽ 21 കിട്ടും. 22 × 2 ചെയ്താൽ 44 കിട്ടും. 25നേക്കാൾ വലിയ നമ്പറാണ് 44. അതുകൊണ്ട് നമ്മൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നത്? ചെറിയ നമ്പർ ആയിരിക്കും. അപ്പോൾ 21 × 1 അല്ലേ, മേളിലും 1 കൊടുക്കുന്നു. ആൻസർ 21 എന്ന് കിട്ടും. ഇവിടെ റിമൈൻഡർ 4 കിട്ടി. അടുത്ത ആൾക്കാരെ ഇറക്കുന്നു, അടുത്ത പീരീഡ് ഇറക്കുന്നു, 44. ഇനി എന്ത് ചെയ്യണം നമ്മൾ? ഇനി അടുത്ത എന്താ സ്റ്റെപ്പ്? 11നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. ഇപ്പോൾ ഇവിടെ കിട്ടിയ മേളിലുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ 11, ആ 11നെ വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 22 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ 22നെ എന്ത് ചെയ്യണം? ഇവിടെ ഏത് നമ്പർ ഇട്ട് കൊടുത്താലാണ് നമുക്ക് 444 അതിന് ഏറ്റവും അടുത്ത നമ്പർ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യണം അല്ലേ. ഇവിടെ നോക്കിയേ, ഈ ഒറ്റയുടെ സ്ഥാനത്ത് ഏത് നമ്പർ കൊടുത്താലാണ് അവസാനം 4 കിട്ടുക എന്ന് അവസാനത്തെ നമ്പറിൽ മാത്രം ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 22ൻ്റെ കൂടെ ഏത് നമ്പർ കൊടുത്താലാണ് അവസാനം 4 കിട്ടുന്നത്? നമുക്കറിയാം, അവസാനം 4 കിട്ടണമെങ്കിൽ അതിൻ്റെ അവസാനം ഡിജിറ്റ് 2 ആയിരിക്കണം, അല്ലെങ്കിൽ 8 64 8 ആയിരിക്കണം അല്ലേ. നമുക്ക് 2 ഇട്ടൊന്ന് നോക്കാം. 2 ഇട്ട് നോക്കിയേ. 222 × 2 ആൻസർ എത്ര കിട്ടും? 2 × 2 4, 2 × 2 4, 2 × 2 4. അപ്പോൾ നമുക്കറിയാം ഇവിടെ 2 ആണ് വന്നത്. ഇവിടെ 2 മേളിൽ 2 ഇട്ട് കൊടുത്തു. ദെൻ 444, റിമൈൻഡർ 0. ഓക്കെ ആണോ? അപ്പോൾ ഡിവിഷൻ മെത്തേഡ് വഴി എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഈ വലിയ നമ്പർ ഉണ്ടല്ലോ, 5 ഡിജിറ്റ് നമ്പർ, ഈ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഒന്നെങ്കിൽ ഈ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനോട് ഏറ്റവും അടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, എന്താ ഡിവിഷൻ മെത്തേഡ് വഴി നമ്മൾ ചെയ്യുന്നു? 9 9 9 9 അല്ലേ. എന്നിട്ട് ഇതിന് ഓരോന്നിനെയും പെയറാക്കുന്നു, പീരീഡ് ആക്കുന്നു. വൺസിൻ്റെ സ്ഥാനത്തു നിന്നുള്ള ഈ 2 നമ്പേഴ്സിനെ വീതം നമ്മൾ പീരീഡ് ആക്കുന്നു. ഇങ്ങനെ കിട്ടി. ഇനി ആദ്യം ഇവിടെ ഇട്ട് കൊടുക്കേണ്ട നമ്പർ ആദ്യം കൺസിഡർ ചെയ്ത് ആദ്യത്തെ പീരീഡ് ഏതാ? 9 എന്ന് പറയുന്ന നമ്പറുള്ള പീരീഡാണ് അല്ലേ. ഒരു നമ്പർ 9 ഉള്ള പീരീഡാണ്. 9 എന്തിൻ്റെ സ്ക്വയർ ആണ്? 3യുടെ സ്ക്വയർ ആണ് 9. അപ്പോൾ നമുക്കിവിടെ 3 ഇട്ട് കൊടുക്കാം, മേളിൽ 3 ഇട്ട് കൊടുക്കാം, 9 അല്ലേ. റിമൈൻഡർ എത്ര കിട്ടി? 0 കിട്ടി. അടുത്ത പീരീഡിനെ ഇറക്കുന്നു, 99 അല്ലേ. ഇവിടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്പർ ഏതാ? ഈ 3യെ 2 കൊണ്ട് ഗുണിക്കുന്ന ആ 3യെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ ഏത് നമ്പർ ഇട്ട് കൊടുക്കും? ഏത് നമ്പർ ഇട്ട് കൊടുത്താലാണ് ഒന്നെങ്കിൽ 99 കിട്ടുന്നത്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നമ്പർ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യുക. 62 × 2 ഒന്ന് ചെയ്ത് നോക്കിയാൽ 62 × 2 2 4 6 12 124ആയി. 99നേക്കാൾ വലിയ നമ്പറായി. അപ്പോൾ നമുക്ക് 61 ഇട്ട് കൊടുക്കാം അല്ലേ. 61 × 1 മേളിൽ ആ നമ്പർ തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുന്ന ഏത് നമ്പറാണോ ആ നമ്പർ തന്നെ മേളിൽ ഇട്ട് കൊടുക്കണം. 61 × 1 എത്ര കിട്ടും? നമുക്ക് 61 എന്ന് കിട്ടും അല്ലേ. റിമൈൻഡർ എത്ര കിട്ടും? റിമൈൻഡർ 38 എന്ന് നമുക്ക് റിമൈൻഡർ കിട്ടി അല്ലേ. റിമൈൻഡർ എത്ര കിട്ടി? 38 കിട്ടി.
ഇനി അടുത്ത പീരീഡിന് നമുക്ക് ഇറക്കുന്നു 99. അടുത്ത പീരീഡ് ഇറക്കുന്നു 99. ഇനി ഇവിടെ ഏത് നമ്പർ കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 31 ആണ് ഇപ്പോൾ മേളിൽ കിടക്കുന്നത്, അതിനെ 2 കൊണ്ട് ഗുണിക്കണം അല്ലേ. 31 × 2 നമുക്കറിയാം 62. 31 × 2 നമുക്ക് കിട്ടും 62. ഇനി 62ൻ്റെ കൂടെ ഇവിടെ ഏത് നമ്പറാണ് ഇട്ട് കൊടുക്കേണ്ടത്? ഇവിടെ ഇട്ട് കൊടുക്കുന്ന നമ്പർ തന്നെ മേളിൽ ഇട്ട് കൊടുക്കണം അല്ലേ. ഇവിടെ ഏത് നമ്പർ ഇട്ട് കൊടുത്താലാണ് 3899 അടുത്ത് വരുന്നത് അല്ലെങ്കിൽ 3899 കിട്ടുന്നത്? എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഏകദേശം ഒരു ഊഹത്തിൽ നമ്മളൊരു 5 ഇട്ട് കൊടുക്കുക. ഒരു 5 ഇട്ട് കൊടുക്കുക. ഈ 5 25 5 ശിഷ്ടം 2, ഈ 5 10 2 12 2 ശിഷ്ടം 1, 5 6 31 31. നോക്കിയേ 3125 എന്നാ കിട്ടിയത് അല്ലേ. 62ൻ്റെ അവിടെ 5 ഇട്ട് കൊടുത്ത് ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3125. തൊട്ടടുത്ത നമ്പർ ഒന്ന് ഇട്ട് നോക്കാം. 6 ഇട്ട് കൊടുക്കാം. ഓക്കെ, 6 ഇട്ട് കൊടുത്തേ. 626 × 6 എന്ന് ചെയ്ത് നോക്കിയേ. 6 6 36 6 ശിഷ്ടം 3, ഈ 6 12 3 15 5 ശിഷ്ടം 1, 6 6 36 1 37. നോക്കിയേ ഏറ്റവും അടുത്ത് വന്നിട്ടുണ്ടല്ലോ 3756. ഇനി 627 × 7 ചെയ്താൽ ചിലപ്പോൾ അതിന് മേളിൽ പോകും അല്ലേ. അതുകൊണ്ട് നമുക്കത് ഇത് ഇട്ട് കൊടുക്കാം. 3756 കൊണ്ട് ഗുണിച്ചപ്പോഴാ 6 കൊണ്ട് ഗുണിച്ചപ്പോഴാ അല്ലേ. 6 തന്നെ നമ്മൾ മേളിൽ എഴുതി. ഇവിടെ റിമൈൻഡർ എത്ര കിട്ടി? 143. റിമൈൻഡർ കിട്ടി 143. ഇനി ഏതെങ്കിലും പീരീഡിനെ നമുക്ക് താഴേക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുമോ? ഇനി പീരീഡൊന്നുമില്ല അല്ലേ, ഇവിടെ തീർന്നു, പീരീഡെല്ലാം തീർന്നു. അപ്പം 143 എന്ന് പറയുന്ന ഒരു അധിക നമ്പറാണ് അല്ലേ. ഇനി ആ നമ്പറിൻ്റെ കൂടെ ഈ നമ്പറിനെ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അടുത്ത പീരീഡ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാൽക്കുലേഷൻ നടത്താൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ഒരു പുതിയ പീരീഡ് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ 143 നമ്മുടെ ഈ ഡിവിഷൻ മെത്തേഡ് അവസാനിക്കും. അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ നമ്പറിൽ നിന്നും ഈ 143 പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയ 316 കിട്ടും അല്ലേ. പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടായ 316 എന്ന് പറയുന്ന നമ്പർ കിട്ടും അല്ലേ. ഈ 143 ഒഴിവാക്കിയാൽ നമുക്ക് ഈ കണക്ക് എവിടെ കൊണ്ട് നിർത്താം? ഇവിടം കൊണ്ട് നിർത്താം. അപ്പം 143 ഒഴിവാകണമെങ്കിൽ ഈ നമ്മൾ കണ്ടുപിടിച്ച ആദ്യത്തെ വലിയ നമ്പർ ഉണ്ടല്ലോ 99,999, ആ നമ്പറിൽ നിന്നും എത്ര കുറയ്ക്കണം? ഈ കിട്ടിയേക്കുന്ന 143 മൈനസ് ചെയ്യണം. 143 മൈനസ് ചെയ്യണം. 143 മൈനസ് ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും 99,856 എന്ന ആൻസർ കിട്ടും. 99,856 എന്ന ആൻസർ കിട്ടും. ഇതാണ് 5 അക്ക നമ്പേഴ്സ് ഉള്ള 5 അക്ക ഡിജിറ്റ് ഉള്ള ഏറ്റവും വലിയ പെർഫെക്റ്റ് സ്ക്വയർ. മനസ്സിലായോ? എങ്ങനെ ഡിവിഷൻ മെത്തേഡ് വഴി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അവസാനം ബാലൻസ് റിമൈൻഡറായിട്ട് ഒരു നമ്പർ കിട്ടും. ആ റിമൈൻഡറിനെ നമ്മുടെ ഏറ്റവും വലിയ 5 അക്ക നമ്പറിൽ നിന്നും മൈനസ് ചെയ്താൽ നമുക്ക് അവിടെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. 5 അക്ക നമ്പേഴ്സിൻ്റെ ഏറ്റവും വലിയ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പം ഡിവിഷൻ മെത്തേഡ് മതി, മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ലീസ്റ്റ് നമ്പർ ടു ബി ആഡഡ് ടു 269 ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. 269നോട് ഏറ്റവും ചെറിയ ഏത് നമ്പർ ആഡ് കൂട്ടിയാലാണ് നമുക്കിതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 269 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇതിനോട് എത്ര കൂട്ടിയാലാണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായാലോ? അപ്പോൾ ഇതിനോട് എത്ര കൂട്ടിയാലാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഈ 269 എന്ന് പറയുന്നത് ചെറിയ നമ്പറാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്കറിയാം 16ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 256 ആണ്. 16ൻ്റെ സ്ക്വയർ എത്രയാണ്? 256 ആണ്. 17ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 289 ആണ്. 289 17ൻ്റെ സ്ക്വയർ. നോക്കിയേ, ഈ 16ൻ്റെ സ്ക്വയറിനും ഇടയ്ക്കാണ് ആര് വന്നേക്കുന്നത്? 269 വന്നേക്കുന്നത് അല്ലേ. നമ്മുടെ അടുത്ത് ചോദിച്ചെങ്ങനെ എത്ര? ഇനി ഇതിനോട് എത്ര കൂട്ടിയാലാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകുന്നത്? അപ്പോൾ ഈ 269 എത്ര ആയാലാണ് പെർഫെക്റ്റ് സ്ക്വയർ ആകുന്നത്? 289 ആയാലാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകുന്നത്. മനസ്സിലായോ? കൂട്ടണം. ഈ നമ്പേഴ്സിനോട് എത്ര കൂട്ടിയാലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കുറച്ചാലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ബാക്കിലേക്ക് പോയേനെ അല്ലേ, 256ലേക്ക് പോയേനെ.
ഇവിടെ 269 എത്ര കൂട്ടിയാലാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ 269 ജസ്റ്റ് മുകളിൽ നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 269 ഇച്ചിരി മേളിൽ നിൽക്കുന്ന ആരാ? 289. അപ്പോൾ 289 എത്താൻ എത്ര കൂട്ടണം എന്നറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 289 നിന്നും 269 മൈനസ് ചെയ്ത് നോക്കുക, നമുക്ക് ആൻസർ കിട്ടും 20. മനസ്സിലായോ? അപ്പോൾ ഈ 269 20 കൂട്ടിയാൽ നമുക്ക് നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആയ 289 കിട്ടും. ആ 289 17ൻ്റെ സ്ക്വയർ ആണ്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The least number which when subtracted from 1850 make it a perfect square. ഇങ്ങോട്ടൊക്കെ 1850 എന്ന് പറയുന്നൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല അല്ലേ? 1850 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പക്ഷേ ഇതിൽ നിന്നും എത്ര കുറച്ചാലാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുക എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിവിഷൻ മെത്തേഡ് പഠിച്ചല്ലോ, ഡിവിഷൻ മെത്തേഡ് വഴി ഒന്ന് ചെയ്തു നോക്കാം. ആദ്യം നമ്മൾ ഇതിനെ പെയറായിട്ട് എടുക്കുന്നു, രണ്ട് നമ്പേഴ്സ് തമ്മിൽ പെയറായിട്ട് എടുക്കുന്നു. ദെൻ ഫസ്റ്റ് 18 അല്ലേ? 18നോട് ഏറ്റവും അടുത്തിരിക്കുന്ന സ്ക്വയർ ഏതാ? 18നോട് ഏറ്റവും അടുത്തിരിക്കുന്നത് 16 അല്ലേ? ചെറിയ സ്ക്വയർ എടുക്കണം കേട്ടോ, 18നേക്കാൾ ചെറിയ ഒരു നമ്പർ, അത് സ്ക്വയർ ആയിരിക്കണം, പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് 16 എടുക്കാം. എന്ന് വെച്ചാൽ 4 × 4 കണ്ടോ, 4 × 4 ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സ്ക്വയർ ആയിട്ട് എടുക്കുന്നത്. 4 × 4 നമുക്കറിയാം 16, റിമൈൻഡർ 2 ആണ്. അടുത്ത പെയർ ഇറക്കി കൊടുത്തു 250 അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ 4നെ 2 കൊണ്ട് ഗുണിക്കണം, 8 എന്ന് കിട്ടി. ഇനി അടുത്ത 8നോട് ഏത് നമ്പർ ഇട്ട് കൊടുത്താലാണ് 250 കിട്ടുക, അല്ലെങ്കിൽ 250ൻ്റെ ചെറുത് കിട്ടുക? നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. 83 × 3 ഒന്ന് ചെയ്ത് നോക്കിയേ. 83 × 3 9 അല്ലേ? 8×3 24. നോക്കിയേ, 249. തൊട്ടടുത്ത നമ്പർ 250ൻ്റെ ഏറ്റവും അടുത്ത നമ്പറായ 249 കിട്ടി. 249 ചെയ്തു. എത്ര ഇട്ട് കൊടുത്തത്? 3. ദെൻ ഇവിടെ 3. അപ്പം ബാലൻസ് റിമൈൻഡർ എത്ര കിട്ടി? 1 കിട്ടി. അപ്പോൾ 1850 നിന്നും ഈ റിമൈൻഡർ 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അത് ആരുടെ സ്ക്വയർ ആയിരിക്കും? 43ൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ 1850 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? റിമൈൻഡർ കിട്ടിയ 1 കുറച്ച് നോക്കുക. 1 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 1849 എന്ന് കിട്ടും. 1849 എന്തിൻ്റെ സ്ക്വയറാ? ഈ 43ൻ്റെ സ്ക്വയർ ആണ് 1849. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പർ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഡിവിഷൻ മെത്തേഡ് വഴി റിമൈൻഡർ കണ്ടുപിടിക്കുക. ഈ നമ്പറിൽ നിന്ന് റിമൈൻഡർ മൈനസ് ചെയ്താൽ നമുക്കതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകും. ഡിവിഷൻ മെത്തേഡ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത് നോക്കിയേ. ദ ലീസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഡിവിസിബിൾ ബൈ ഈച്ച് വൺ ഓഫ് 3, 4, 5, 6, 8. ഇവിടെ 4 ഓപ്ഷൻ തരുന്നുണ്ട്. ഫസ്റ്റ് വൺ 1200, സെക്കൻഡ് 1500, തേർഡ് 1600, ലാസ്റ്റ് വൺ 700. ഇവിടെ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ 4 നമ്പേഴ്സിലെ ഏത് നമ്പറാണ് ഏറ്റവും ലീസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ? ഇതിൻ്റെ പ്രത്യേകത എന്തുവാ? ആ നമ്പറിനെ നമുക്ക് 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോറി, ഇത് 3600 ആണേ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? എന്താ പറഞ്ഞേക്കുന്നത്? ഏറ്റവും ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ കാണണം. ആ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? ആ നമ്പറിനെ 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പം ഒരു കാര്യം പറഞ്ഞായിരുന്നു. ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും വായിച്ചു നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. യാതൊരു കണക്കും ചെയ്യണ്ട. ഈ നമ്പർ നോക്കിയേ, 1200 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഇവർ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്നല്ലേ ചോദിച്ചേക്കുന്നത്. 1200 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? എന്നാലോചിച്ച് നോക്കിയേ. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ 2 0 നിന്നും 1 0 അല്ലേ? 12ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 12ന് സ്ക്വയർ റൂട്ട് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് പറയാം 1200 ഒന്നിൻ്റെയും സ്ക്വയർ അല്ല, അല്ലെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. തൊട്ടടുത്ത നമ്പർ 1500 എടുത്ത് നോക്കിയേ. ഈ 2 0 നിന്നും നമ്മൾ 1 0 ആക്കി. 15ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 15ന് സ്ക്വയർ റൂട്ട് ഇല്ല. അപ്പം നമുക്ക് പറയാം 1500 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല.
ലാസ്റ്റ് വൺ നോക്കിയേ 700. ഇവിടെ 2 പൂജ്യമുണ്ട്, അത് ഓക്കെയാണ്. അതിൽ നിന്നും ഒരു പൂജ്യം നമ്മൾ എടുക്കുന്നു. സ്ക്വയർ റൂട്ട് ആകുമ്പോൾ 2 പൂജ്യം 1 പൂജ്യം ആവും. സ്ക്വയർ ആകുമ്പോൾ 1 പൂജ്യം 2 പൂജ്യം ആവും അല്ലേ. അപ്പോൾ 2 പൂജ്യത്തിൽ നിന്ന് 1 പൂജ്യം എടുക്കുന്നത് സ്ക്വയർ റൂട്ടിൻ്റെ. ഓക്കെ, ഇനി 7ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 7ൻ്റെ സ്ക്വയർ റൂട്ട് ഉണ്ടോ? 7 സ്ക്വയർ റൂട്ട് ഇല്ല. അപ്പോൾ നമുക്ക് പറയാം ഇതും ആൻസർ അല്ല. അപ്പോൾ ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്? 3600 ഓക്കെ, ചെക്ക് ചെയ്തേ. 2 സീറോയിൽ നിന്ന് നമ്മളൊരു 0 എടുത്തു. 36 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ 36ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 36ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 36ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 36ൻ്റെ സ്ക്വയർ റൂട്ട് 6. അപ്പോൾ 60ൻ്റെ സ്ക്വയർ ആണ് 3600 എന്ന് പറയുന്നത്. 60ൻ്റെ സ്ക്വയർ ആണ് 3600. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് 3 കൊണ്ട് 3600 ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുന്നത്? ഇതിനകത്തുള്ള ഡിജിറ്റ്സ് എല്ലാം കൂടെ കൂട്ടണം അല്ലേ. 3 + 6 + 0 + 0 അങ്ങനെ കൂട്ടി കിട്ടുന്നത് 9. 9 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് പറയാം ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അടുത്തത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? അവസാനം 2 പൂജ്യമാണ് വരുന്നതെങ്കിൽ ഈ നമ്പറിനെ അല്ലെങ്കിൽ 3600 എന്ന് പറയുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലെങ്കിൽ 0 ആണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഇനി 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഇനി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ലാസ്റ്റ് 3 ഡിജിറ്റ് അല്ലേ, ആ 3 ഡിജിറ്റ് എടുത്ത് വെക്കുക. അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഓക്കെ ആണോ? ഓക്കെ, ഇതെല്ലാം നമ്മൾ ഹരണ നിയമം, നമ്പർ സിസ്റ്റത്തിലെ ഹരണ നിയമം എന്ന വീഡിയോയിൽ പഠിച്ചതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3/5 ഓഫ് ദി സ്ക്വയർ ഓഫ് എ സർട്ടൻ നമ്പർ ഈസ് 126.15. വാട്ട് ഈസ് ദ നമ്പർ? ഒരു നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ 3/5 എന്ന് പറയുന്നത് 126.15 ആണെങ്കിൽ ആ നമ്പർ ഏത്? അപ്പം നമ്പർ നമുക്ക് തന്നിട്ടില്ല. അവർ പറയാണ് ഒരു നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക, അതിൻ്റെ 3/5 ഭാഗം എന്ന് പറയുന്നത് 126.15 ആണെങ്കിൽ ആ നമ്പർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്പർ നമുക്കറിയില്ല. അറിയാത്ത നമ്പറിനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ എക്സിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ അല്ലേ. ഇതിൻ്റെ 3/5 അതിൻ്റെ 3/5 അല്ലെങ്കിൽ 3/5 എന്ന് പറയുന്നത് അതിൻ്റെ 3/5 ഇൻറ്റു 3/5 ഇൻറ്റു 3/5. അപ്പോൾ നമുക്കൊരു നമ്പർ എടുക്കുന്നു. ആ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ 3/5 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 126.15 ആണെങ്കിൽ ആ നമ്പർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതെവിടെ നോക്കിയേ, ഇവിടെ 3 × 5 എന്ത് ചെയ്തേക്കുക? ഗുണിച്ചിരിക്കുകയാണല്ലേ. ഇവിടെ 3 × 5 ഗുണിച്ചിരിക്കുകയാണ്. അതിനെ ഞാൻ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? അത് ഡിവിഷൻ ആകും. ഓക്കെ, ഞാൻ അതിനെ എഴുതുക. x² × 3 3x² ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 126.15. ഇനി ഇവിടെ നോക്കിയേ, x² കൂടെ 3 ഗുണിച്ചിരിക്കുകയാണ്. ആ 3 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം എന്താവും? ഡിവിഷൻ ആകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? 3 ഡിവൈഡ് ചെയ്യും. ഇനി ഇവിടെ നോക്കിയേ, 5 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുക. ഈ 5നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം എന്താവും? ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ x² ഈക്വൽ ടു 126.15 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 3 എന്നായി ആൻസർ. ഓക്കെ, 126.15 ഇൻറ്റു 5 എത്ര കിട്ടും? ഒന്ന് ഗുണിച്ച് നോക്കിയേ. ഇത് നോക്കിയേ, 126.15നെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 42.5 എന്ന് ആൻസർ കിട്ടും. 42.5 ഇൻറ്റു 5 അല്ലേ, ഇൻറ്റു 5. ഇതിനെ ചെയ്യുമ്പോൾ 42.05 എന്ന ആൻസർ കിട്ടും. ദെൻ ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 210.25 എന്ന ആൻസർ കിട്ടും. 210.25. അപ്പോൾ x² ഈക്വൽ ടു 210.25 എന്ന് നമുക്ക് ആൻസർ കിട്ടി. x² ഈക്വൽ ടു 210.25. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? ഈ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും അല്ലേ. x² എന്ന് പറയുന്നത് 210.25 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 210.25. 210.25 എത്ര കിട്ടും? 14.5
ആൻസർ കിട്ടി 14.5. ഓക്കെ ആണോ? 14.5 നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൂട്ട് ഓഫ് 14,161 14,161 റൂട്ട് എത്രയാണ്? ദേ ഡിവിഷൻ മെത്തേഡ് നോക്കിയേ. 14,161 ഡിവിഷൻ മെത്തേഡ് നോക്കിയേ. എങ്ങനെയാ? ഓരോ നമ്പറിനെയും പെയറാക്കി എടുക്കുക. അവസാനം 1 കിട്ടിയല്ലോ. ഒരു പീരീഡ് എന്ന് പറയുന്ന 1 ആണ്. 1 × 1 നമുക്ക് ആൻസർ എഴുതാം 1. ദെൻ അടുത്തത് 1 × 2 2 എഴുതി. ഇവിടുത്തെ പെയർ റിമൈൻഡർ 0 ആണ്. അടുത്ത പെയറിനെ ഇറക്കി 41 അല്ലേ? അപ്പം 2ൻ്റെ കൂടെ എന്ത് ഗുണിച്ചാലാണ്, ഏത് നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചാലാണ് നമുക്ക് 41 41ൻ്റെ ചെറുതോ കിട്ടുന്നത്? നോക്കിയേ. 22 ഇട്ട് നോക്കിയേ. 22 ഇട്ട് കൊടുത്താൽ നമുക്ക് 44 കിട്ടും. അതിനെക്കാട്ടി വലിയ നമ്പർ ആയതുകൊണ്ട് നമ്മൾ 1 ഇട്ട് കൊടുക്കുന്നു. ഇവിടെയും ആൻസർ 1 അല്ലേ? ആൻസർ എത്ര കിട്ടി? 1 കിട്ടി. 21 × 1 നമുക്ക് ആൻസർ കിട്ടും 21. ഇവിടുത്തെ റിമൈൻഡർ എത്ര കിട്ടും? റിമൈൻഡർ 20 എന്ന് കിട്ടും. ദെൻ അടുത്ത പീരീഡിന് ഇറക്കി കൊടുക്കുന്നു 61. അപ്പം 2061 ഇവിടുത്തെ നമ്പർ എത്ര? 11 × 2 അല്ലേ? 11 × 2 22. ഈ ഏത് നമ്പർ ഇട്ട് കൊടുത്താലാണ് നമുക്ക് 2061 61ൻ്റെ അവസാനമായി കിട്ടുന്നത്? നമ്മൾ മുമ്പേ പഠിച്ചായിരുന്നു. എന്താ? ഇവിടെ ലാസ്റ്റ് തീരുവ അല്ലേ? റിമൈൻഡർ തീരുവായതുകൊണ്ട് അല്ല, പീരീഡ്സ് തീരുവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അവസാനം 1 അല്ലേ വന്നേക്കുന്നത്? 1 വരണമെങ്കിൽ ഏതൊക്കെ നമ്പർ വരാനാണ് ഇവിടെ ചാൻസ്? 1ൻ്റെ സ്ക്വയർ ആണ് 1. അതേപോലെ 9ൻ്റെ സ്ക്വയർ എടുത്താൽ 81. രണ്ടിൻ്റെ അവസാനം എത്ര വരുന്നത്? 1 1 ആയതുകൊണ്ട് ഒന്നുകിൽ ഇവിടെ 1 വരാം, അല്ലെങ്കിൽ 9 വരാം. ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ 221 × 1 221 നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക? 9 ഇട്ട് കൊടുക്കുക. 229 × 9 ഒന്ന് ചെയ്ത് നോക്കിയേ. 9 × 9 81 1 ശിഷ്ടം 8 അല്ലേ? 29 18 8 26 6 ശിഷ്ടം 2 29 18 2 20. കണ്ടോ? 2061 കിട്ടി. അപ്പോൾ അവിടുത്തെ നമ്പർ ഏതാ? 9 ആയിരുന്നു അല്ലേ? റിമൈൻഡർ 0 എന്ന് കിട്ടി. അപ്പം റൂട്ട് ഓഫ് 14,161 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 119 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത നമ്പറിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സിംപ്ലിഫൈഡ് വാല്യൂ ഓഫ് 112 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 196 ഇൻറ്റു റൂട്ട് ഓഫ് 576 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു റൂട്ട് ഓഫ് 256 ഡിവൈഡഡ് ബൈ 8 എത്രയാണെന്നാണ് ചോദ്യം. 112 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 196 ഇൻറ്റു റൂട്ട് ഓഫ് 576 ഇൻറ്റു 12 ഇൻറ്റു റൂട്ട് ഓഫ് 256 ഇൻറ്റു 8 എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതേ നോക്കിയേ. ഇതിൻ്റെ എല്ലാം റൂട്ട് എടുത്ത് നോക്കിയേ. 112 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 196 196ൻ്റെ റൂട്ട് എത്രയാണ്? 14 അറിയാമല്ലോ. ഓക്കെ, ഇൻറ്റു റൂട്ട് ഓഫ് 576 റൂട്ട് ഓഫ് 576 കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് 576 ഒന്നെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി 576 കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡിവിഷൻ മെത്തേഡ് വഴി 576 കണ്ടുപിടിക്കുക. അതെ, ഡിവിഷൻ മെത്തേഡ് എടുക്കുന്നു. 576 നമ്മളിങ്ങനെ പെയർ ആക്കി. ദെൻ ആദ്യത്തത് 5, 5ന് താഴെയുള്ളത് 2 × 2 4 കിട്ടും അല്ലേ? ദെൻ റിമൈൻഡർ 1 കിട്ടി. അടുത്ത പെയറിനെ ഇറക്കി കൊടുക്കുന്നു 176. അടുത്ത പെയർ ഇറങ്ങി 176 എന്ന് പറയുന്ന പെയർ ഇറക്കി കൊടുത്തു. ദെൻ അടുത്തത് 2 × 2 ചെയ്യുമ്പോൾ ഇവിടെ 4 വരും അല്ലേ? 4ൻ്റെ കൂടെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 176 എന്നുള്ള നമ്പർ കിട്ടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 44. അവസാനം 6 വരണമെങ്കിൽ ഒന്നെങ്കിൽ 4 ആയിരിക്കണം, അല്ലെങ്കിൽ എത്രയായിരിക്കണം? 6 ആയിരിക്കണം. ഒന്നെങ്കിൽ 4 ആയിരിക്കണം, അല്ലെങ്കിൽ 6 ആയിരിക്കണം. 4 ഇട്ട് നോക്കിയേ. 44 ഡിവൈഡ് ഇൻറ്റു 4 44 × 4 4 16 6 ഇഷ്ടം 1 4 16 1 17 കണ്ടോ? 176. അപ്പോൾ ഇവിടെ 4 ഇട്ട് കൊടുക്കുന്നു, മേളിലും 4 ഇട്ട് കൊടുക്കുന്നു. 176. അപ്പോൾ 576ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 24 എന്ന് കിട്ടി. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 256ൻ്റെ റൂട്ട് എത്ര? 256ൻ്റെ റൂട്ട് 16 16/8. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെയൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. 16 8 കൂടെ ക്യാൻസൽ ചെയ്യാം 2 കൊണ്ട്.
2ഉം 12 കൂടെ ക്യാൻസൽ ചെയ്യാം 6 ഉണ്ട്. 6ഉം 24 കൂടെ ക്യാൻസൽ ചെയ്യാം 4 ഉണ്ട്. 4ഉം 14 കൂടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 കിട്ടും, ഇവിടെ 7 കിട്ടും. ഓക്കെ, ഈ 7ഉം 112 കൂടെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പം 16 കിട്ടും അല്ലേ. അപ്പോൾ ആൻസർ 16 × 2 അല്ലേ. 16 × 2 എത്ര? 32 എന്ന ആൻസർ കിട്ടി. മനസ്സിലായോ? ഇതേപോലെ ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു നമ്പർ ഇട്ട് നമുക്ക് ഗുണിക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ 16 × 2 32 എന്ന് കിട്ടി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ദ വാല്യൂ ഓഫ് √5 പ്ലസ് √11 പ്ലസ് √14 പ്ലസ് √19 പ്ലസ് √29 പ്ലസ് √49. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഏറ്റവും അകത്ത റൂട്ട് ആദ്യം ചെയ്യണം. ഏറ്റവും അകത്ത് കിടക്കുന്ന റൂട്ട് ഏതാ? √49 ആണ് ഏറ്റവും അകത്ത് കിടക്കുന്ന റൂട്ട് അല്ലേ. ആ റൂട്ട് ആദ്യം ചെയ്യണം. ആ റൂട്ട് ആദ്യം ചെയ്യുമ്പോൾ എത്ര കിട്ടും? √49 ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 49 എന്തിൻ്റെ റൂട്ടാണ്? 7ൻ്റെ റൂട്ടാണ് 49 അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ തിരുത്തി എഴുതുന്നു. ദേ √5 പ്ലസ് √11 പ്ലസ് √19 പ്ലസ് √29. 49 പകരം ഞാൻ എഴുതുന്നു √49 7. ഇനി 27 പ്ലസ് 7 അടുത്തത് 29 പ്ലസ് 7. ഇതാണല്ലോ ഇനി അകത്ത് കിടക്കുന്ന റൂട്ട്. അപ്പോൾ ഏറ്റവും അകത്ത് കിടക്കുന്ന റൂട്ട് ഇങ്ങനെ ചെയ്ത് വേണം പുറത്തേക്ക് വരാൻ. അപ്പോൾ ഏറ്റവും അകത്ത് കിടക്കുന്ന അടുത്ത റൂട്ട് ഏതാ? √29 പ്ലസ് 7. √29 പ്ലസ് 7 നമുക്ക് കിട്ടും √36 അല്ലേ. √36 എന്ന് കിട്ടും. 29 പ്ലസ് 7 എത്ര കിട്ടും? 36 ആണ്. √36ൻ്റെ വാല്യൂ എത്രയാണ്? √36 എന്ന് വെച്ചാൽ നമുക്കറിയാം 6 ആണ്. √36 എന്ന് വെച്ചാൽ അറിയാം 6 ആണ്. അപ്പം നോക്കിയേ, √5 പ്ലസ് √11 പ്ലസ് √19 പ്ലസ് ഈ √29 പ്ലസ് 7 എന്ന് പറയുന്നത് √36 ആണ്. √36ൻ്റെ വാല്യൂ എത്രയാണ്? 6. ഇനി 19 6 കൂടെ ചെയ്യണം. 19 6 കൂടെ ചെയ്യുമ്പോൾ നമുക്കറിയാം 25 ആണ്. √25 എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയർ ആണ് 25. അപ്പോൾ √25 എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 5 എന്ന് കിട്ടും. അപ്പം അതിന് പകരം 5 എന്ന് എഴുതുക. √5 ഡിവൈഡ് ബൈ √11 പ്ലസ് 5. കണ്ടോ? കാരണം എന്താ? √19 പ്ലസ് 6 എത്രയാണ്? √25 ആണ്. √25ൻ്റെ വാല്യൂ എന്താ? 5 ആണ്. ഓക്കെ ആണോ? ഇനി നോക്കിയേ, 11 പ്ലസ് 5 നമുക്ക് ആൻസർ കിട്ടും 16 അല്ലേ. 11 പ്ലസ് 5 16. √16ൻ്റെ വാല്യൂ നമുക്കറിയാം 4 ആണ്. √16 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് അവസാനത്തെ എങ്ങനെ എഴുതാം? 5 പ്ലസ് 4. മനസ്സിലായോ? ഈ റൂട്ട് മാറിയിട്ട് അവിടെ 16 √16ൻ്റെ വാല്യൂ എടുക്കുമ്പോൾ 4 എന്ന് കിട്ടി. ഇനി 5 പ്ലസ് 4 എത്ര കിട്ടും നമുക്ക്? √9. √9ൻ്റെ വാല്യൂ എത്രയാ? 3. അപ്പോൾ ആൻസർ കിട്ടി 3. ഓക്കെ ആണോ? അപ്പോൾ ഏറ്റവും അകത്ത് കിടക്കുന്ന റൂട്ടിനെ ചെയ്ത് നമ്മൾ എന്തൊക്കെ പുറത്തേക്ക് വരിക. ഓക്കെ, അടുത്ത ചെയ്ത് നോക്കാം. വാല്യൂ ഓഫ് √248 പ്ലസ് √52 പ്ലസ് √144. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്ത പോലുള്ളൊരു കണക്കല്ലേ. 2-3 റൂട്ട് അല്ലേ അകത്തകത്ത് ഇങ്ങനെ റൂട്ട് വരുന്നത്. നോക്കി, ഏറ്റവും അകത്ത് കിടക്കുന്ന റൂട്ട് ആദ്യം ചെയ്യുക. ഏറ്റവും അകത്ത് കിടക്കുന്നത് 144. 144ലെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാ? 12 ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് 12 ഇട്ട് കൊടുക്കാം. 248 പ്ലസ് √52 പ്ലസ് 12. 52 പ്ലസ് 12 എത്ര കിട്ടും? 52ൻ്റെ കൂടെ 12 കൂട്ടിയാൽ 64 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ √248 പ്ലസ് √64. √64 എന്ന് വെച്ചാൽ എത്ര? 8 ആണ് അല്ലേ. അപ്പോൾ √248 പ്ലസ് 8 എന്ന് കിട്ടി. √64ന് പകരം നമ്മൾ എന്ത് എടുത്തു? 8 എന്നെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? 248 പ്ലസ് 8. 248 പ്ലസ് 8 256. അപ്പോൾ √256. √256 എന്തിൻ്റെ സ്ക്വയറാണ്? 16 എന്നുള്ളതിൻ്റെ സ്ക്വയറാണ് 256. അപ്പോൾ √256 എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 16 എന്ന് കിട്ടി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
റൂട്ട് ഓഫ് 0.441 ഡിവൈഡ് ബൈ 0.625. നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. നോക്കിയാൽ രണ്ട് ഡെസിമൽ നമ്പേഴ്സ് അല്ലേ, രണ്ട് ഡെസിമൽ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ തന്നേക്കുവാണ്. അതിൻ്റെ റൂട്ട് നമുക്ക് കാണണം. എന്തായിരിക്കും ഇത്? ഇവിടെ നോക്കിയേ, മേളിൽ 3 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഈ ഡെസിമൽ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സാധാരണ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുക. സാധാരണ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കിയേ 0.441. ഓക്കെ, മേളിൽ 0.441 അതിൻ്റെ ഡെസിമൽ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട് ഡെസിമൽ നോക്കുക. എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 ഡിജിറ്റുള്ള 0 വെച്ച് ഗുണിക്കണം അല്ലേ. നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനകത്ത് പഠിച്ചതാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ താഴെയും 3 ഡിജിറ്റ് ഉണ്ട്. ഇത് ഗുണിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഡെസിമൽ മാറിയിട്ട് എന്ത് കിട്ടും? നമുക്ക് 441/625 എന്ന് കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ ഡെസിമൽ മാറ്റാൻ വേണ്ടി അത്രയും 0 ഉള്ള 10ൻ്റെ പവർ കൊണ്ട് ഗുണിക്കുക. ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് മാറി കിട്ടും. അതിൻ്റെ ഡെസിമൽ മാറി കിട്ടിയിട്ട് ആൻസർ കിട്ടും റൂട്ട് ഓഫ് 441 ഡിവൈഡ് ബൈ 625. ഓക്കെ ആണോ? ഇനി റൂട്ട് ഓഫ് 441 നമുക്കറിയാം. 441ൻ്റെ റൂട്ട് എത്ര? 21. 625ൻ്റെ റൂട്ട് എത്ര? 25. ഓക്കെ, ആൻസർ കിട്ടും. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 0.84. ഓക്കെ, ഇത് ഡെസിമൽ നമ്പേഴ്സിനകത്ത് നമ്മൾ ഡെസിമൽ നമ്പർ അല്ലെങ്കിൽ ഡെസിമൽ ഫ്രാക്ഷൻസ് മാറ്റാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കി അടുത്ത് ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 1.21 ഇൻറ്റു 0.9 ഡിവൈഡ് ബൈ 1.1 ഇൻറ്റു 0.11. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നോക്കിയേ, ഡെസിമലുള്ള ഫ്രാക്ഷനാണ് തന്നേക്കുന്നത് അല്ലേ. ഈ ഡെസിമലുള്ള ഫ്രാക്ഷൻ തരുമ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിടത്തും ഒരേ നമ്പർ കൊണ്ട് ഗുണിക്കണം. രണ്ടിടത്തും ഒരേ 10ൻ്റെ പവർ കൊണ്ട് ഗുണിക്കണം. ഇനി ഏത് 10ൻ്റെ പവറാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് നോക്കിയേ, മുകളിൽ ന്യൂമറേറ്ററിൽ മൊത്തത്തിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? ഡെസിമൽ കഴിഞ്ഞ് മൊത്തത്തിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കണം. ഇവിടെ 21 2 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ 9 1 ഡിജിറ്റ് ഉണ്ട്. ടോട്ടൽ 3 ഡിജിറ്റ് ഉണ്ട്. താഴെ നോക്കിയേ, താഴെ ഇവിടെ 1 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയും ടോട്ടൽ 3 ഡിജിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡെസിമൽ കഴിഞ്ഞ് ഒരേ ഡിജിറ്റാണ് വരുന്നതെങ്കിൽ, ഒരേ നമ്പർ ഓഫ് ഡിജിറ്റാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഡെസിമലിനെ എല്ലാം കളയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ ഓഫ് ഡിജിറ്റാണ് വരുന്നതെങ്കിൽ, ഡെസിമൽ കഴിഞ്ഞ് ഒരേ നമ്പർ ഓഫ് ഡിജിറ്റാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെസിമലിനെ എല്ലാം കളയാം. ഇല്ലെങ്കിൽ നമുക്ക് പറയാം, ഇത് നോക്കിയേ, 1.21 ഇൻറ്റു 0.9. ഇതിൻ്റെ ഡെസിമൽ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ മൊത്തത്തിൽ 3 ഡെസിമൽ ഉണ്ടല്ലോ, ഡെസിമൽ കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് ഉണ്ടല്ലോ. അപ്പം 3 0 ഉള്ള 10ൻ്റെ പവർ കൊണ്ട് ഇൻറ്റു ചെയ്യും. ഡിവൈഡഡ് ബൈ താഴെയും എന്ത് ചെയ്യും? 1.1 ഇൻറ്റു 0.11 എന്ത് ചെയ്യും? 10ൻ്റെ പവർ കൊണ്ട് 3 നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് 3 പൂജ്യമുള്ള 10ൻ്റെ പവർ കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ഡെസിമലും പോയി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 121 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 11 കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഒരേ നമ്പർ ഓഫ് ഡിജിറ്റാണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഡെസിമലിനെ എല്ലാം അങ്ങ് കളയുക. ഓക്കെ, ഇനി ഒന്ന് നോക്കിയേ, ഇനി എന്തൊക്കെ കിട്ടും? 11 ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ. 11 ഇൻറ്റു 11 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 121. അപ്പോൾ 11 ഇൻറ്റു ചെയ്താൽ നമുക്ക് മേളിലുള്ള ആൻസർ കിട്ടും 121. അതുകൊണ്ട് 11 ക്യാൻസലായിപ്പോയി. ബാക്കി ആരവശേഷിക്കും? റൂട്ട് 9 അവശേഷിക്കും. റൂട്ട് 9ൻ്റെ വാല്യൂ എത്ര? 3. ഓക്കെ ആണോ? മനസ്സിലായോ? ഇവിടെ 11 ഇൻറ്റു 11 എന്ന് പറയുന്നത് മേളിൽ 121 ഉണ്ട്, താഴെ 11 ഇൻറ്റു 11 ഉണ്ടല്ലോ. എന്താ 11 ഇൻറ്റു 11 എന്ന് വെച്ചാൽ? 11 ഇൻറ്റു 11 എന്ന് വെച്ചാൽ 121. അപ്പോൾ മേളത്തെ 121 താഴത്തെ 121 കൂടെ ക്യാൻസലായി പോകും. അതിനെ ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്തു? 2 11 മേളത്തെ 121 കൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞതാ. ഓക്കെ, അപ്പോൾ റൂട്ട് 9ൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, റൂട്ട് ഓഫ് 4 raised to n equal to 1024 ആയാൽ എന്നിൻ്റെ വാല്യൂ എന്ത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
റൂട്ട് ഓഫ് 4n ഈക്വൽ ടു 1024 ആയാൽ എന്നിൻ്റെ വാല്യൂ എന്ത്? നമുക്കറിയാം റൂട്ടിൻ്റെ മറ്റൊരു വാല്യൂ ആണ് 1/2 അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് 4n എനിക്ക് 4n ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം അല്ലേ. കാരണം ഈ റൂട്ടിൻ്റെ മറ്റൊരു വാല്യൂ ആണ് റേസ് ടു 1/2. അപ്പോൾ ഇതിനെ എനിക്ക് 4n ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. ഇനി നമുക്കറിയാം a റേസ് ടു m ദ ഹോൾ റേസ് ടു n ആണെങ്കിൽ എങ്ങനെ എഴുതുന്നത്? എങ്ങനെ അതിൻ്റെ ആൻസർ? a റേസ് ടു m ഇൻറ്റു n അല്ലേ. ഇവിടെ കൃതികൾ രണ്ടും കൂടെ എന്ത് ചെയ്യണം? പവേഴ്സ് തമ്മിൽ ഗുണിക്കണം. അതേപോലെ n ഇൻറ്റു 1/2 ഞാൻ എഴുതി 4 റേസ് ടു n ഡിവൈഡ് ബൈ 2 അല്ലേ. ഇത് രണ്ടും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ n ഇൻറ്റു 1/2 നോക്കിയേ, n ഇൻറ്റു 1/2 എന്ത് കിട്ടും? n ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും അല്ലേ. അത് കൊടുത്തു. ഇത് നോക്കിയേ, 4 റേസ് ടു n ഡിവൈഡ് ബൈ 2 ഞാൻ 1024 എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ n എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, n എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ 1024 ഒന്ന് ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കും. 1024 നോക്കുക, 1024 ഞാൻ ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. ഏത് 4 ബേസായിട്ട് വരുന്ന രീതിയിൽ വേണം നമുക്ക് ചെയ്യാൻ. അപ്പം 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 4 കൊണ്ട്, കാരണം ഇവിടെ ബേസ് 4 ആയതുകൊണ്ട് 4 കൊണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 4 കൊണ്ട് ഓക്കെ, ഞാൻ ഈ 1024 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യം 2 അല്ലേ, 8 ബാലൻസ് 2, i 4 20 ബാലൻസ് 2 24 അല്ലേ, 6 4 24. വീണ്ടും ഇനി 256 വീണ്ടും 4 കൊണ്ട് ചെയ്യുന്നു. i 4 20 6 4 24 4 സിസ്റ്റം 1. ദെൻ 16 4 × 4 16. വീണ്ടും നമ്മൾ 4 കൊണ്ട് ചെയ്യുന്നു. ഒരു 4 4 6 4 24. വീണ്ടും 4 കൊണ്ട് ചെയ്യുന്നു. 4 16. അപ്പോൾ ഇവിടെ നോക്കിയേ, 4 × 4 × 4 × 4 അല്ലേ, 4 × 4 × 4 × 4 × 4. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 റേസ് ടു 5 അല്ലേ. 4നെ 5 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താ? 4 റേസ് ടു 5, 4 റേസ് ടു 5. അപ്പോൾ എനിക്ക് 1024 എങ്ങനെ എഴുതാം? 4 റേസ് ടു n/2 ഈക്വൽ ടു 1024 പകരം എനിക്ക് എന്ത് എഴുതാം? 4 റേസ് ടു 5 എന്ന് എഴുതാം. മനസ്സിലായോ? ഓക്കെ, ഇവിടെ നോക്കിയേ, രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്. ഇവിടുത്തെ പവേഴ്സും അങ്ങനെയാണെങ്കിൽ സെയിം ആയിരിക്കും. രണ്ടിടത്തും ബേസ് സെയിം ആണെങ്കിൽ അവിടെ ഈക്വൽ ഇട്ട് തരുവാണെങ്കിൽ അവിടുത്തെ പവേഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ n/2 ഈക്വൽ ടു എനിക്ക് 5 എന്ന് എഴുതാം. n/2 ഈക്വൽ ടു 5 എന്ന് എഴുതാം. n/2 ഈക്വൽ ടു 5 ആണെങ്കിൽ n ഈക്വൽ ടു എത്രയായിരിക്കും? ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 2നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഗുണിക്കും. 5 × 2 10 എന്ന് കിട്ടും. ഓക്കെ ആണോ? ആൻസർ ഓക്കെ ആണോ? ഓക്കെ, എന്നിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി 10 ആണ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ തന്നേക്കുന്ന നമ്പേഴ്സിനെ നമുക്ക് ഇവിടുത്തെ ബേസ് 4 ആയതുകൊണ്ട് 4 കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്യുക. 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് എത്ര 4 കൂടിയിരിക്കുമ്പോഴാണ് ആ നമ്പർ കിട്ടുന്നതെന്ന് നോക്കുക. ദെൻ അതിൻ്റെ പവേഴ്സ് ഈക്വൽ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ, റൂട്ട് ഓഫ് 1296 ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 2.25. 2.25 ഓക്കെ, 2.25 ആണെങ്കിൽ അവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്താണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സിൻ്റെ വാല്യൂ എന്താണ്? റൂട്ട് ഓഫ് 1296 ബൈ എക്സ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 2.25 ആണെങ്കിൽ അവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്താണ്? നോക്കി, ഇവിടെ 2 ഫ്രാക്ഷൻ ആണ് അല്ലേ. 2 ഫ്രാക്ഷൻ ഈക്വൽ ടു ഇട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? നമുക്കറിയാം, ഫ്രാക്ഷനകത്ത് നമ്മൾ പഠിച്ച a/b ഈക്വൽ ടു c/d എന്ന് തന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? അതേ ക്രോസ് ചെയ്യുക. a × d ഈക്വൽ ടു b × c അല്ലേ. അതേപോലെ ഇവിടെ ക്രോസ് ചെയ്ത് x × x x² ഈക്വൽ ടു റൂട്ട് 1296 × 2.25. ഓക്കെ ആണോ? ഇനി റൂട്ട് 1296 എന്ന് പറയുന്നത് 36 ആണ്. ഒന്നെങ്കിൽ ഡിവിഷൻ മെത്തേഡ് വഴിയോ അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴിയോ 1296 റൂട്ട് കാണുക. നമുക്ക് കിട്ടും 36 ആണ്. ദെൻ 36 × 2.25. ഓക്കെ, 36 × 2.25 നമുക്ക് കിട്ടും
ഓക്കെ, ഇത്രയും കിട്ടുമല്ലോ 36 ഇൻറ്റു 2.25. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 36 ഇൻറ്റു 2.25 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് ഈ സ്ക്വയർ അപ്പുറത്ത് പോയിട്ട് √36 ഇൻറ്റു 2.25. ഓക്കെ, ഇത് ഇവിടെ നോക്കിയേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് √A ഇൻറ്റു ബി ഈക്വൽ ടു √A ഇൻറ്റു √B എന്ന് എഴുതാം. ഇവിടെ അതേപോലെ √36 ഇൻറ്റു √36 ഇൻറ്റു √2.25 എന്ന് എഴുതാം. √36ൻ്റെ വാല്യൂ 6ആണ്. √2.25ൻ്റെ വാല്യൂ എത്ര? 1.5 ആണ് അല്ലേ? നമുക്കറിയാം 225ൻ്റെ വാല്യൂ 15 ആണ്. ഇത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ √2.25ൻ്റെ വാല്യൂ എത്രയായിരിക്കും? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താ? ഡെസിമൽ നമ്പേഴ്സിൻ്റെ റൂട്ട് എടുക്കാൻ നേരത്തെ ഇവിടെ 2 പോയിൻ്റ് ഉണ്ടെങ്കിൽ, ഡെസിമൽ കഴിഞ്ഞ് 2 പോയിൻ്റ് ഉണ്ടെങ്കിൽ ആൻസറിൽ എന്തായിരിക്കും? 1 പോയിൻ്റ് കാണും കേട്ടോ. ഡെസിമൽ കഴിഞ്ഞ് 1 ഡിജിറ്റ് കാണും. ഓക്കെ ആണോ? അപ്പോൾ 1.5 എന്ന് കിട്ടി. ആൻസർ എത്ര കിട്ടും? ആൻസർ 9 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത കണക്കിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്യൂബ് ഓഫ് 30യുടെ ക്യൂബ് കാണാം. 30ൻ്റെ ക്യൂബ് കാണുമോ? 30ൻ്റെ ക്യൂബ് കാണുമോ? 30ൻ്റെ ക്യൂബ് കാണാനുള്ള എളുപ്പവഴി എങ്ങനെ നമ്മൾ പഠിച്ചത്? ക്യൂബ് കാണാനുള്ള എളുപ്പവഴി എന്തായിരുന്നു? ക്യൂബ് കാണാനുള്ള എളുപ്പവഴി ആദ്യത്തെ വൺസിൻ്റെ സ്ഥാനത്തുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് കാണും. ആ 0യുടെ ക്യൂബ് കാണുമ്പോൾ 0 എന്ന് കിട്ടും. അതിനെ 3 ഡിജിറ്റിലായിട്ട് എഴുതും. അപ്പം 0 0 0 എന്ന് എഴുതി. അടുത്ത നമ്പർ 3ൻ്റെ ക്യൂബ് കാണാം. 3ൻ്റെ ക്യൂബ് നമുക്കറിയാം 27 ആണ്. അതിനെ 3 ഡിജിറ്റായിട്ട് എഴുതി. 027 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് എല്ലാം ഡിജിറ്റെല്ലാം തമ്മിൽ ഗുണിക്കണം. 3 ഇൻറ്റു 0 ഇൻറ്റു 3 3 ഇൻറ്റു 0 0 0 ഇൻറ്റു 3 എന്ത് കിട്ടി? നമുക്ക് 0 എന്ന് കിട്ടി. ഓക്കെ, ദെൻ 0യെ എന്ത് ചെയ്യണം? ഇവിടെ ഉള്ള നമ്പറുമായിട്ട് ഗുണിക്കണം. 0 ഇൻറ്റു 30 നമുക്ക് ആൻസർ കിട്ടും 0 അല്ലേ? ആൻസർ കിട്ടും 0. അപ്പോൾ നമ്മളിവിടെ 0 കൊണ്ട് കൂട്ടുന്നു. ആൻസർ കിട്ടി 27,000. 27,000. ഒന്നെങ്കിൽ നമ്മൾ പഠിച്ച എളുപ്പ വഴി ചെയ്യാം. ഇല്ലെങ്കിൽ ഇനി വേറൊരു എളുപ്പ വഴിയുണ്ട്. എന്താ? ഇത് നമ്മൾ ഇന്നലെ പഠിച്ച എളുപ്പവഴി ചെയ്യുന്നതാണ്. ഇനി വേറൊരു എളുപ്പവഴിയുണ്ട്. എന്താ? അതേ നോക്കിയേ, 30 എന്നല്ലേ പറഞ്ഞാൽ? 30ൻ്റെ ക്യൂബാണ്. ഇവിടെ നോക്കിയാൽ അവസാനം 0 ആണെങ്കിൽ, നമ്മളെടുക്കുന്ന ക്യൂബിൻ്റെ അവസാനം 0 ആണെങ്കിൽ ഈ ക്യൂബിനകത്തിൽ 0 3 ടൈംസ് ആകും അല്ലേ? ക്യൂബിനകത്ത് 0 എന്താവും? 3 ടൈംസ് ആകും. ഇനി അടുത്ത നമ്പർ നോക്കിയേ, 3യുടെ ക്യൂബ് ഏതാ? 27. ആ 27 ഇതാണ് ആൻസർ. കണ്ടോ? അവസാനം 0 വരുന്ന നമ്പറാണെങ്കിൽ ക്യൂബ് എടുക്കുമ്പോൾ ആ ക്യൂബിനകത്ത് ഈ 0 3 ഇരട്ടിയാവും, അല്ലെങ്കിൽ ട്രിപ്പിൾ ആവും, 3 ടൈംസ് ആവും അല്ലേ? അത് നമുക്കറിയാം. ഒന്നെങ്കിൽ 2 രീതിയിൽ നമ്മൾ എളുപ്പം ചെയ്ത് പഠിച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് നോക്കിയേ. ബൈ വാട്ട് ലിസ്റ്റ് നമ്പർ 3600 be divided to get a perfect cube? 3600 എന്ന നമ്പറിനെ ഏത് ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്കൊരു പെർഫെക്റ്റ് ക്യൂബ് കിട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. 3600നെ ഏത് ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്കൊരു പെർഫെക്റ്റ് ക്യൂബ് കിട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 3600നെ ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. 3600നെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്നു 2 കൊണ്ട്. അപ്പോൾ 1800 എന്ന് കിട്ടി. വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു 900. വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു. ദെൻ 450. 450നെ 2 കൊണ്ട് ചെയ്യുന്നു 225. 225നെ 3 കൊണ്ട് ചെയ്യുന്നു 75. 75നെ വീണ്ടും 3 കൊണ്ട് ചെയ്യുന്നു 25. 25നെ 5 കൊണ്ട് ചെയ്യുന്നു 5. ഓക്കെ, ഈ നമ്പേഴ്സിനെല്ലാം ഒന്ന് എടുത്ത് എഴുതിയേ. നോക്കിയേ, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 2 ഉണ്ട്. ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 അല്ലേ? നമ്മൾ നിരത്തി എഴുതുമ്പോൾ ഇത്രയും വന്നു. ഇനി ഇതിനകത്ത് നിന്ന് ക്യൂബ് റൂട്ട് എടുക്കാൻ നേരത്ത് നമ്മൾ എങ്ങനെയാണ് ക്യൂബ് റൂട്ട് എടുക്കുന്നത്? 3 നമ്പറിൽ നിന്നും ഒരാളെ എടുക്കും അല്ലേ? 3 നമ്പറിൽ നിന്നും ഒരാളെ എടുത്തു. ഇനി ഇവിടെ ബാക്കി എന്തൊക്കെയാണ് അവശേഷിക്കുന്നത്? ക്യൂബ് റൂട്ടിനകത്ത് എന്തൊക്കെയാണ് അവശേഷിക്കുന്നത്? 2 raised to 1 ഉണ്ട്,
3 ഉണ്ട്, 5 ഉണ്ട്. ഇവരൊന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, 3 നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ സ്ക്വയർ റൂട്ടിന് പുറത്തേക്ക് വരത്തുള്ളൂ. 3 നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് അതിനൊരു പെർഫെക്റ്റ് ക്യൂബ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ 3 നമ്പർ ഇല്ലാത്തതുകൊണ്ട് 2ന് 1 നമ്പറേ ഉള്ളൂ, ബാക്കി 2 2 മിസ്സിങ് ആണ്. 3ക്ക് 2 3 ഉണ്ട്, 1 3 മിസ്സിങ് ആണ്. 5ൻ്റെ സ്ക്വയറിന് 2 5 ഉണ്ട്, 1 5 മിസ്സിങ് ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും നമ്പറിനെ ഒഴിവാക്കണം അല്ലേ. ഇത്രയും നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഇത്രയും നമ്പർ ഒഴിവാക്കിയാൽ നമുക്ക് പറയാം ഇതൊരു പെർഫെക്റ്റ് ക്യൂബായി. പക്ഷേ ഇത്രയും നമ്പറിനെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എത്ര കൊണ്ടായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്? നോക്കിയേ, 2 2 × 3 × 3 9, 5 × 5 25, 2 × 9 × 25 നമുക്ക് ആൻസർ കിട്ടും 450. അപ്പം 3600നെ 450 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3600നെ 450 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും ഒരു പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, 3600നെ 450 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് പെർഫെക്റ്റ് സ്ക്വയർ. 450 എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തു. ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ ഒരു 3 എണ്ണത്തിനെ ഒരു പെയറായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് ക്യൂബാന്ന് പറയാൻ കഴിയുന്നത്. ഇവിടെ പെയർ കിട്ടാത്ത നമ്പേഴ്സിനെ എല്ലാം തമ്മിൽ ഗുണിച്ചിട്ട് ആ നമ്പേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യാൻ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ പറ്റാത്ത നമ്പേഴ്സിനെ എന്ത് ചെയ്യണം? ഇതിനകത്ത് നിന്ന് ഒഴിവാക്കണം. എന്ന് വെച്ചാൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത നമ്പറിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, വാട്ട് ലീസ്റ്റ് നമ്പർ ഷുഡ് ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം 6816 സോ ദാറ്റ് 19 ബി ദ ക്യൂബ് റൂട്ട് ഓഫ് ദി റിസൾട്ട് ഫ്രം ദിസ് സബ്സ്ട്രാക്ഷൻ. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നമ്പർ തന്നിട്ടുണ്ട്, 6860 എന്ന് പറയുന്ന നമ്പർ തന്നു. 6860 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നു. ഈ നമ്പറിൽ നിന്നും എത്ര കുറച്ചാലാണ് നമുക്ക് 19ൻ്റെ ക്യൂബ് കിട്ടുന്നത്? എന്ന് വെച്ചാൽ 6860 നിന്നും ഏതോ ഒരു നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്കൊരു ക്യൂബ് കിട്ടും, ഒരു പെർഫെക്റ്റ് ക്യൂബ് കിട്ടും. ആ പെർഫെക്റ്റ് ക്യൂബിൻ്റെ പ്രത്യേകത എന്താ? അത് എന്തിൻ്റെ ക്യൂബായിരിക്കും? 19ൻ്റെ ക്യൂബായിരിക്കും ആ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര കുറച്ചാലാണ് 19ൻ്റെ ക്യൂബ് കിട്ടുന്നത് എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം 19ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുക. 19ൻ്റെ ക്യൂബ് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 9ൻ്റെ ക്യൂബ് എത്രയാ? 9ൻ്റെ ക്യൂബ് നമുക്കറിയാം 729 അല്ലേ. 1ൻ്റെ ക്യൂബ് എത്ര? 1ൻ്റെ ക്യൂബ് 1, അപ്പോൾ 0 0 1 എന്ന് എഴുതി. ഇനി 1 × 9 × 3 1 × 9 × 3 എത്ര കിട്ടും? 27 എന്ന് കിട്ടും. ദെൻ 27 × 19 27 × 19 അല്ലേ, ഈ നമ്പർ കൊണ്ട് ഗുണിക്കണം. 27 × 19 എത്ര കിട്ടും? അപ്പോൾ നമുക്ക് കിട്ടിയ 513. 27നെ 19 കൊണ്ട് ഗുണിക്കുമ്പോൾ 513 എന്ന് കിട്ടും. ഈ 513നെ ഇവിടുന്ന് ഒരു പ്ലേസ് മാറ്റിയിട്ട് നമ്മൾ എന്ത് നേരെ നേരെ എഴുതും. എന്നിട്ട് തമ്മി കൂട്ടും. 9 5 7 1 8 5 1 6 6859. ഇതാണ് 19ൻ്റെ ക്യൂബ്. ഈ ക്യൂബ് വേഗം കണ്ടുപിടിക്കുന്ന വഴി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ദയവ് ചെയ്ത് കാണേണ്ടതാണ്. ഓക്കെ, അപ്പം 19ൻ്റെ ക്യൂബ് കണ്ടുപിടിച്ചു 6859. അപ്പം 6859 വരണം അല്ലേ, എങ്കിൽ മാത്രമേ. അപ്പോൾ 6859 വരണമെങ്കിൽ 6860 നിന്നും എത്ര കുറച്ചാലാണ് 6859 വരിക? നമുക്കറിയാം 1 അല്ലേ. അപ്പോൾ 1 കുറച്ചാലാണ് 6860 നിന്ന് 1 കുറച്ചാൽ നമുക്കൊരു പെർഫെക്റ്റ് ക്യൂബ് കിട്ടും. ആ പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത് 19ൻ്റെ ക്യൂബായിരിക്കും. കണ്ടുപിടിക്കുന്ന രീതി മനസ്സിലായല്ലോ. 19ൻ്റെ ക്യൂബ് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്ക് തന്ന നമ്പറിൽ നിന്നും 19ൻ്റെ ക്യൂബ് നമ്മൾ മൈനസ് ചെയ്തു. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. 7.2 ഡിവൈഡഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 0.729 ഈക്വൽ ടു എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 2 ക്യൂബ്. എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 2 ക്യൂബ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കാം. 7.2 ഡിവൈഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 0.729 ഈക്വൽ ടു എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 2 ക്യൂബ്. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബിൻ്റെ വില കാണുക.
നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയേ. ദേ 7.2നെ ഞാൻ അതേപോലെ എഴുതി 7.2 ഡിവൈഡഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 0.729 0.729 എനിക്ക് ഇങ്ങനെ എഴുതാം. 0.729 എനിക്ക് എഴുതാം 729 ഡിവൈഡ് ബൈ 1000 എന്ന് എഴുതാം. കാരണം എന്താ, ഇത് നോക്കിയേ 729നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 0.729 കിട്ടുന്നത്. മനസ്സിലായോ? 729നെ ഞാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിയ ഡിനോമിനേറ്ററിൽ എത്ര സീറോ ഉണ്ടോ അത്രയും സീറോ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ഡെസിമൽ പോയിന്റ് കൊടുക്കുന്നത്. നമ്മൾ ഡെസിമൽ എന്ന ടോപ്പിക്കിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏത് നമ്പർ 0.729 ഈ 9 അല്ലെങ്കിൽ 0.729 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതുന്നത് എങ്ങനെയാണ്, 729 ഡിവൈഡ് ബൈ 1000. ഞാൻ അതിനെ അങ്ങനെ എഴുതുന്നു, 729 ഡിവൈഡ് ബൈ 1000 ഓക്കെ ഈക്വൽ ടു എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 2 ക്യൂബ്. 2 ക്യൂബിൻ്റെ വാല്യൂ എത്ര, 8 എന്ന് എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇവിടെ നോക്കിയേ എനിക്ക് രണ്ട് ഫ്രാക്ഷൻ ഈക്വൽ ഇട്ട് വന്നല്ലോ. ഈക്വൽ ഇട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം അല്ലേ. അപ്പോൾ എനിക്ക് 7.2 ഇൻറ്റു 8 ഈക്വൽ ടു റൂട്ട് ഓഫ് 729 റൂട്ട് ഓഫ് 729 ഡിവൈഡ് ബൈ 1000 എന്ന് ചെയ്യാം. 1000 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എടുക്കാം, അല്ല എക്സ് ക്യൂബ് എന്ന് എടുക്കാം അല്ലേ, എക്സ് ക്യൂബ് എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, എനിക്കിവിടെ എക്സ് ക്യൂബ് അല്ലേ കിട്ടേണ്ടത്, എക്സ് ക്യൂബാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എക്സ് ക്യൂബിനെ ഞാൻ അതേപോലെ ഇടുന്നു. എക്സ് ക്യൂബിനെ അതേപോലെ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, കൂടെ ഗുണിച്ചിരിക്കുന്ന റൂട്ട് ഓഫ് 729 ഇൻറ്റു 1000 എന്ന് പറയുന്ന നമ്പർ ഉണ്ടല്ലോ, അതിനെ ഞാൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം ഇവിടെ ഗുണിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, അത് ഡിവിഷൻ ആകും. അപ്പം ഞാൻ എഴുതും, ദേ നോക്കിക്കോ, 7.2 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 729 ബൈ 1000. സോറി, ക്യൂബ് റൂട്ടാണ് മറന്നുപോലെ, ക്യൂബ് റൂട്ടാണ്. ഓക്കെ, ക്യൂബ് റൂട്ട് ഓഫ് 729 ബൈ 1000. നോക്കിയേ 729ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്, 729ൻ്റെ ക്യൂബ് റൂട്ട് നമുക്കറിയാം 9 ആണ്. 729ൻ്റെ ക്യൂബ് റൂട്ട് 9 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എഴുതാം 7.2 ഇൻറ്റു 8 ഡിവൈഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 729 9 ആണ്. ദെൻ ക്യൂബ് റൂട്ട് ഓഫ് 1000 എന്ന് പറയുന്നതും 10 ആണ്. ഓക്കെ, ഫ്രാക്ഷൻ്റെ ക്യൂബ് റൂട്ട് എങ്ങനെ എടുക്കുന്നത്, ന്യൂമറേറ്ററിൻ്റെ ക്യൂബ് റൂട്ട് ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ക്യൂബ് റൂട്ട്. ന്യൂമറേറ്റർ ആരാ, ക്യൂബ് റൂട്ട് ഓഫ് 729. ക്യൂബ് റൂട്ട് ഓഫ് 729ൻ്റെ വാല്യൂ എത്ര, 9 ആണ്. അടുത്ത ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ക്യൂബ് റൂട്ട് ഓഫ് 1000, ആൻസർ എത്ര, 10. ഇനി ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്, ദേ 7.2 ഇൻറ്റു 8 അല്ലേ, ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 10 മേളി വരുമല്ലോ, 10 മേളി വരുമ്പോൾ ഇൻറ്റു 10 ഡിവൈഡ് ബൈ 9 എന്ന് കിട്ടി. ദെൻ 7.2 ഇൻറ്റു 10 അവിടുത്തെ പോയിന്റ് മാറി 72 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 9 എന്ന് കിട്ടി. 9ഉം 72ഉം കൂടെ വെട്ടി 8 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ. 9 ഇൻറ്റു 8 72 ആണ്, 8 ഇൻറ്റു 8 64 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അത് ഇവിടെ നോക്കിയേ, എക്സ് ക്യൂബ് ഈക്വൽ ടു 64 എന്ന് കിട്ടിയെങ്കിൽ, എക്സ് ക്യൂബ് ഈക്വൽ ടു 64 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 64 ഈക്വൽ ടു 4. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 64 ഈക്വൽ ടു 4 എന്ന് കിട്ടി. മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ വാല്യൂ ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 216 the whole raised to -3 divided by 343 the whole raised to -2.
ഇതുവരെ നമ്മൾ സ്ക്വയേഴ്സ് ഉള്ള അല്ലെങ്കിൽ ക്യൂബുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം പോസിറ്റീവ് ക്യൂബായിരുന്നു അല്ലേ. ഇവിടെ നോക്കി നെഗറ്റീവ് ക്യൂബാണ് വന്നിരിക്കുന്നത്. നെഗറ്റീവ് ക്യൂബും നെഗറ്റീവ് സ്ക്വയറും -3 -2 വന്നു അല്ലേ. ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ക്യൂബ് റൂട്ട് ഓഫ് 216 the whole raised to -3 divided by 343 the whole raised to -2. ഓക്കെ, ദെൻ ഇതിന് ശേഷം ദേ ഇവിടെ നോക്കിയേ, നമുക്കെപ്പോഴും ഇങ്ങനൊരു കുറച്ച് സമവാക്യങ്ങൾ പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞല്ലോ. ദേ അതിൽ പഠിച്ചു വെക്കേണ്ട ഒരു സമവാക്യമാണ്, നോക്കിക്കോ. 1/a⁻n = a⁻n. എന്താണ് 1/a⁻n = a⁻n, അല്ലെങ്കിൽ തിരിച്ചു പറയാം a⁻n = 1/a⁻n. കണ്ടോ, ഇപ്പോൾ ഡിനോമിനേറ്ററിലാണ് മൈനസ് വരുന്നതെങ്കിൽ അതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയാൽ മൈനസ് മാറും. ഇനി ന്യൂമറേറ്ററിലാണ് മൈനസ് വരുന്നതെങ്കിൽ അതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ മൈനസ് മാറും. എപ്പോൾ പവറിൻ്റെ കാര്യത്തിൽ, പവറിൽ മൈനസ് വരുമ്പോൾ. അപ്പോൾ ഇവിടെ അതേപോലെ ഒന്ന് ചെയ്തു നോക്കിയേ. ദേ മേളിൽ കിടക്കുന്ന 216 - 3 അതിനെ ഇനി താഴെ കൊണ്ടുവന്നാൽ എന്ത് മാറും? അതിൻ്റെ മൈനസ് മാറും. 216 എന്ന് എഴുതാം. അതേപോലെ താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 343 -2 എനിക്ക് മേളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടുത്തെ മൈനസ് മാറ്റാം, സ്ക്വയർ എന്ന് എഴുതാം. മനസ്സിലായോ? അതെങ്ങനെയാണ് വന്നത്? a⁻n = 1/a⁻n ആണ്. ഇനി 1/a⁻n ആണ് വരുന്നതെങ്കിൽ a⁻n. ഇവിടെ ന്യൂമറേറ്ററിലാണ് വരുന്നതെങ്കിൽ നേരെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ ഡിനോമിനേറ്ററിലാണ് വരുന്നതെങ്കിൽ നേരെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി? ദേ ക്യൂബ് റൂട്ട് ഓഫ് 343ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 216ൻ്റെ ക്യൂബ് എന്നായി. ഓക്കെ, ബാക്കി ഇതേ ഇങ്ങോട്ട് നോക്കിയേ. ഇനി നമുക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടി 343നെ എനിക്ക് 7ൻ്റെ ക്യൂബ് എന്നെടുക്കാം. 7ൻ്റെ ക്യൂബാണ് ആര്? 343. 7ൻ്റെ ക്യൂബാണ് 343. അപ്പം 343ന് പകരം ഞാൻ 7ൻ്റെ ക്യൂബ് എന്ന് കൊടുത്തു. then ഈ സ്ക്വയറിനെ ഞാൻ ദേ ഇവിടെ ഇട്ടു. അപ്പോൾ 343ന് പകരം മാത്രമാണ് ഞാൻ എന്ത് കൊടുത്തേക്കുന്നത്? 7ൻ്റെ ക്യൂബ്. 7ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 343 ആണ്. ദെൻ അതിൻ്റെ സ്ക്വയർ. അതേപോലെ 216 എന്ന് പറയുന്നത് 6ൻ്റെ ക്യൂബാണ്. 216 എന്ന് പറയുന്നത് 6ൻ്റെ ക്യൂബാണ്. അപ്പോൾ 216ന് പകരം ഞാൻ 6ൻ്റെ ക്യൂബ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ദേ ഈ ക്വസ്റ്റ്യനകത്ത് ഇത്താൻ നിൽക്കുന്ന ക്യൂബും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ തിരുത്തി എഴുതി. ക്യൂബ് റൂട്ട് ഓഫ് 7⁻³ the whole raised to 2 divided by 6⁻³ the whole raised to 3 എന്ന് എഴുതി. ഓക്കെ ആണോ? ഇത്ര എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നോക്കിയേ, 7³ the whole raised to 2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 7⁻³ × 7⁻³ എന്നല്ലേ. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 7⁻³ × 7⁻³ ആണ് 7⁻³ the whole square എന്ന് പറയുന്നത്. അതേപോലെ 6⁻³ the whole cube എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 6⁻3യെ നമ്മൾ 3 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു എന്നർത്ഥം അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് 6⁻3 × 6⁻3 × 6⁻3 എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇതേ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഓരോന്നിനകത്ത് നിന്നും ക്യൂബ് എടുക്കുന്നു. 7⁻³ ക്യൂബ് റൂട്ട് എത്ര? ക്യൂബ് റൂട്ട് ഓഫ് 7⁻3 എത്ര കിട്ടും? നമ്മൾ സ്ക്വയറിൻ്റെ കേസിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, √a² എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയറും എയും കൂടെ റൂട്ടും കൂടെ വെട്ടിപ്പോയിട്ട് a എന്ന് കിട്ടും. അതേപോലെ ഇവിടെ ക്യൂബ് റൂട്ടും ക്യൂബും കൂടെ വെട്ടിയിട്ട് എന്തെന്ന് കിട്ടും? 7 എന്ന് കിട്ടും. അപ്പം ക്യൂബ് റൂട്ട് ഓഫ് 7⁻3 എനിക്ക് 7 എന്ന് എഴുതാം. അതേപോലെ ക്യൂബ് റൂട്ട് ഓഫ് അടുത്ത 7⁻3 എനിക്ക് 7 എന്ന് എഴുതാം. അതേപോലെ ക്യൂബ് റൂട്ട് ഓഫ് 6⁻3 എനിക്ക് 6 എന്ന് എഴുതാം. അടുത്ത 6⁻3 എനിക്ക് എന്തെഴുതാം? 6 എന്ന് എഴുതാം. വീണ്ടും ക്യൂബ് റൂട്ട് ഓഫ് 6⁻3 എനിക്ക് എന്തെന്ന് എഴുതാം? 6 എന്ന് എഴുതാം. then 7 × 7 49. then 6 × 6 × 6 എനിക്ക് ആൻസർ കിട്ടും 216. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 49 / 216 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇതിനകത്തിലൊക്കെ വരുന്ന ഈ ഡെസിമൽ ഫ്രാക്ഷൻസിനെ എങ്ങനെയാണ് നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിലെല്ലാം പഠിച്ചു. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ അത് പഠിച്ചു കഴിഞ്ഞാൽ, ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കിട്ടും. ഓക്കെ, അതേപോലെ ക്യൂബ്
ഇത് സ്ക്വയർ, ഇതിൻ്റെ എല്ലാം ഇൻട്രൊഡക്ഷൻ വീഡിയോസും കൂടെ നിങ്ങൾ കാണേണ്ടതാണ് കേട്ടോ. ഓക്കെ ആണോ? ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. റെയിൽവേ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഇതിനകത്തിൽ ഡെസിമൽ ഫ്രാക്ഷൻസ് കയറി വന്നു. നമ്മൾ കഴിഞ്ഞു പോയ ടോപ്പിക്സ് എല്ലാം കയറി വന്നിട്ടുണ്ടായിരുന്നു. ഡെസിമൽ ഫ്രാക്ഷൻസ് കയറി വന്നു, ഫ്രാക്ഷൻസ് കയറി വരുന്നുണ്ട്, ഇൻട്രൊഡക്ഷൻ, ഈ ഒരു സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിനകത്തിലെ ഇൻട്രൊഡക്ഷൻ, ഇതെല്ലാം കയറി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതലൊന്ന് എളുപ്പമായിട്ട് തോന്നുക, അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ അത് പഠിച്ചിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് കണ്ട് ആ ടോപ്പിക്കുകൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യന് വർക്കൗട്ട് ചെയ്താൽ കൂടുതൽ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.